بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദർശപാഠത്തിൻ്റെ 13-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദർശപാഠത്തിൽ ഹൃദയ വെളിച്ചം അവതരിപ്പിക്കുന്നത് പ്രഗത്ഭനായ ഇഒ അബ്ദുൽ നാസർ പരപ്പനങ്ങാടിയാണ്. സന്മാർഗം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ KP ഇബ്രാഹിം ബുസ്താനിയാണ്. മർഹൂം വെട്ടം അബ്ദുള്ള ഹാജിയെക്കുറിച്ചുള്ള ചരിത്ര സ്മൃതികളാണ് ഇന്നത്തെ പൈതൃക സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർഗത്തിൽ അതിഥിയായി എത്തുന്നത് പ്രഗത്ഭനായ CVA കുട്ടി ചെറുവാടിയാണ്. ഇന്നത്തെ ആദർശപാഠം ആദ്യാവസാനം കാണുക. ഇതോടൊന്നിച്ചുള്ള ചോദ്യാവലിക്ക് ശരിയുത്തരം അയക്കുക. വിജയികൾക്ക് ആകർഷകരമായ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. ആദർശപാഠത്തിലെ 12-ാം എപ്പിസോഡിലെ വിജയിയെ പ്രഖ്യാപിക്കുന്നു. വിജയിയുടെ ഫോൺ നമ്പർ 94 95 21 86 84. പേര് സിറാജ്, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ. വിജയിക്ക് അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും നമ്മളെല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരു വലിയ ഷോപ്പിംഗ് മാൾ, അതിൻ്റെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച ആ ഭാഗത്തു കൂടെ ടിൻറ്റുമോൻ അങ്ങനെ പരതി പോവുകയാണ്. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, ജോസഫിൻ്റെ മകൻ ടിൻറ്റുവിനെ കാണാനില്ല. ടിൻറ്റു ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ മാനേജറുടെ റൂമിലേക്ക് വരേണ്ടതാണ്. ഇത് കേട്ട ടിൻറ്റു, നാശം, എന്നെ പിന്നെയും കാണാതായി. നമ്മളൊരു നല്ല കുത്തുബ വെക്കുന്നു, ടച്ചിങ് ആയ മനസ്സിൽ തട്ടുന്ന ഒരു കുത്തുബ. അപ്പോൾ നമ്മൾ മനസ്സിങ്ങനെ പടപെടക്കുന്നു. തഖ്വയും ഈമാനൊക്കെ നമ്മളിലിങ്ങനെ നിറഞ്ഞു വരുന്നു. ഇനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, നല്ലത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, തെറ്റുകളൊന്നും ചെയ്യില്ല, വളരെ ശ്രദ്ധിച്ച് ജീവിക്കും എന്നൊക്കെ ഒരുപാട് കണക്കുകൂട്ടലുകൾ നമ്മൾ എടുക്കുന്നു. ഏറെക്കുറെ ആ രൂപത്തിൽ തന്നെ നമ്മളങ്ങനെ ജീവിച്ച് പോവുകയും ചെയ്യുന്നു. പിന്നെ കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞ സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ പതുക്കെ ആ തഖ്വ അങ്ങനെ ഇല്ലാതായി നമ്മൾ വീണ്ടും പഴയ ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ടിൻറ്റുമോനെ വീണ്ടും കാണാതായി എന്ന് പറഞ്ഞ പോലെ. സത്യത്തിൽ ശരിയായൊരു വിശ്വാസി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. തഖ്വ ചോർന്നൊലിച്ച് പോകാൻ പാടില്ല. എപ്പോഴും നമ്മുടെ കൂടെ ഈ തഖ്വ ഒരു വിശുദ്ധമായ ചൈതന്യമായി നമ്മോടൊപ്പം ഉണ്ടാകും. ലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയാവുന്ന വസ്ത്രം, അതാണ് ഉത്തമം. ഖുർആൻ്റെ വല്ലാത്തൊരു പ്രയോഗമാണത്. ഖുർആൻ്റെ ചില പ്രയോഗങ്ങൾ നമ്മളെ മനസ്സിൻ്റെ വല്ലാത്ത ആപ്റ്റായിരിക്കും, കറക്റ്റായിരിക്കും. ലിബാസു തഖ്വ, തഖ്വയാവുന്ന വസ്ത്രം. നമുക്ക് നമ്മൾ വസ്ത്രം ധരിക്കാത്തൊരു സമയം നമുക്കുണ്ടാവും. എപ്പോഴും നമ്മോടൊപ്പം നമ്മുടെ വസ്ത്രം ഉണ്ടാവും. വസ്ത്രമില്ലാതെ നമുക്കൊരു ടൈമില്ല. അപൂർവം ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഉണ്ടെങ്കിലായി. അതുപോലെ ലിബാസു തഖ്വ, തഖ്വയാവുന്ന വസ്ത്രം, അത് ഒരിക്കലും നമ്മൾ അഴിച്ചു വെക്കാൻ പാടില്ല. എപ്പോഴും നമ്മോടൊപ്പം ഒരു വിശുദ്ധ ചൈതന്യമായി ഈ തഖ്വ ഉണ്ടായിരിക്കണം. നമ്മുടെ ഓരോ
ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ തഖ്വയിൽ ചാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാർഗം ശരിയായ മാർഗത്തിലായിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ താളം സ്വർഗ്ഗലോകത്തിൻ്റെ വഴികളിലായിരിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. റബ്ബേ, ഞങ്ങളെ നീ നിൻ്റെ നേരായ മാർഗത്തിൽ നയിക്കണമേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. സ്നേഹധന്യരായ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ആദർശ പാഠത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി സംസാരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 6000-ൽ പരം ആയത്തുകളിൽ അതിൻ്റെ 1/3 ഭാഗം അഥവാ 2000-ലധികം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള, വിശദീകരിക്കപ്പെട്ടിട്ടുള്ള, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പരലോകം എന്നത്. തത്സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വേറെ. അപ്പോൾ അത്രയും വിശാലമായി കിടക്കുന്ന ഒരു വിഷയത്തെ, പ്രത്യേകിച്ച് അനന്തമായ അറ്റമില്ലാത്ത നാളെയിലേക്ക് നീണ്ടു പരക്കുന്ന ഒരു പരലോകമെന്ന വിഷയത്തെ സംബന്ധിച്ച് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസാരിക്കുക എന്നത് ഒരു സാഹസമാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും നിർദ്ദേശിക്കപ്പെട്ട സമയത്തിനുള്ളിൽ വളരെ പരിമിതമായി ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ഈ ഐഹിക ലോകം എന്നത് നമുക്കറിയാം വളരെ നൈമിഷികമാണ്. നമ്മളൊക്കെ പറയുന്ന കാര്യം വെള്ളത്തിലെ കുമിള പോലെ ആണ്. ഈ അടുത്തൊരു പ്രഭാഷണം കേട്ടു. പ്രഭാഷണം കേൾക്കല്ല, നമുക്ക് തന്നെ കണക്ക് കൂട്ടിയാൽ അറിയാം. ഒരു 70 കൊല്ലം ഈ ലോകത്തൊരാൾ ജീവിച്ചാൽ 25,550 ദിവസമാണ്. അഥവാ അനന്തമായി കിടക്കുന്ന കാലപ്രവാഹത്തിൽ ഒരു മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു മിന്നൽ പിണർ പോലെയാണ്. വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതന്നെ 70 വർഷം ഉണ്ടെങ്കിലാണ്. എന്നാൽ അത് 60, 50, 40, 30, 20 പ്രസവിച്ച ഉടനെയുമൊക്കെ മരണപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഐഹിക ലോകത്ത് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. ഇവിടെ ഈ ഐഹിക ലോകത്ത് നമ്മൾ എന്തിനു വന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് പരലോകം. സത്യത്തിൽ നമ്മളിവിടെ വന്നത് പരലോക മോക്ഷത്തിന് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി, വ്യക്തമായി പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗപ്രവേശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസങ്ങളിലും പ്രവർത്തനങ്ങളിലും നിരതരാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മളെ ഇങ്ങോട്ട് നിയോഗിച്ചയച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ അഥവാ ഒരു തമാശ എന്നോണം സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, നിങ്ങളുടെ ഈ സൃഷ്ടിപ്പിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹുവിനെ സമീപിക്കലും അവൻ്റെ അടുക്കൽ അവൻ ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗപ്രവേശം നേടലുമാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ നിർവഹിക്കുകയും
അത് നമുക്ക് തടസ്സപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ജീവിതം. അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മളിലേക്ക് തീർച്ചയായും മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ കരുതിയോ? അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. നമ്മളിവിടെ വെറുതെ വന്നതല്ല. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദ, വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിടപ്പെടുമെന്ന്? മറ്റു ജീവജാലങ്ങളെപ്പോലെ ഐഹിക ലോകത്തോട് വിട പറയുന്നതോടുകൂടി നമ്മളും മരണപ്പെട്ട് നമ്മുടെ മൃതശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ച് അത് മണ്ണിൽ ലയിച്ചു ചേരുന്നതോടുകൂടി നമ്മളില്ലാതെയായി പോകും, അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒഴിവാക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിച്ചുവോ എന്ന് ഖുർആൻ. അതില്ല. പിന്നെ ഈ ഐഹിക ലോകത്ത് വന്നിട്ട് കിട്ടിയ അനുകൂലമായ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു? നിങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അവൻ്റെ വാഗ്ദത്ത ഭൂമിയായ സ്വർഗലോകം നേടുന്നതിന് വേണ്ടി നിങ്ങൾ എപ്രകാരം പ്രവർത്തിച്ചു? അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നു? ഇതറിയുന്നതിന് വേണ്ടിയാണ്, ഒരു പരീക്ഷണം എന്ന നിലക്കാണ് ഇവിടെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നമദ് ദുനിയാ ഹുൽവത്തുൻ ഖദിറത്തുൻ ഫഇന്നല്ലാഹ മുസ്തഖലിഫുക്കും ഫീഹാ ലിയൻദുറ കൈഫ തഅമലൂൻ ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ. ഇന്നമദ് ദുനിയാ ഹുൽവത്തുൻ ഖദിറത്തുൻ, നിങ്ങൾ ഈ ജീവിക്കുന്ന ഐഹിക ജീവിതം, ഐഹിക ലോകം വളരെ മധുരമുള്ളതാണ്, നല്ല പച്ച പിടിപ്പുള്ളതാണ്. ഏത് കണ്ടാലും നമ്മൾക്ക് കണ്ണിന് ആനന്ദമാണ്. അത് നമ്മുടേതായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൂടി എത്തിപ്പിടിക്കുവാൻ, സ്വയത്തമാക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഫഇന്നല്ലാഹ മുസ്തഖലിഫുക്കും ഫീഹ, അള്ളാഹു നിങ്ങളെ ഇവിടെ ജീവിക്കാൻ വിട്ടിട്ടുള്ളത് ലിയൻദുറ കൈഫ തഅമലൂൻ, ഈ ആനന്ദപൂർണമായ, ഈ വർണ്ണശബളമായ ഈ ഐഹിക ജീവിതത്തിൽ നിന്നുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി നിങ്ങൾ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഐഹിക ജീവിതം ഒരു പരീക്ഷണാലയമാണ്, ഒരു പരീക്ഷാലയമാണ്. പരീക്ഷണം നടക്കുന്നുണ്ട്, പരീക്ഷയും നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊരു പേപ്പർ തന്നിട്ടുണ്ട്, ആൻസർ പേപ്പർ. അതിൽ നമ്മൾ അതത് സന്ദർഭങ്ങളിൽ എഴുതേണ്ടത് എഴുതണം. അത് ബ്ലാങ്കാണെങ്കിൽ നമ്മൾ പരലോകത്ത് നഷ്ടബോധത്തിൽ പെട്ടുപോകും. അതിൽ തെറ്റാണ് നമ്മൾ എഴുതി വെക്കുന്നതെങ്കിൽ അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ചില ആളുകൾക്ക് കുറച്ച് വിശാലമായ സമയം കിട്ടും. ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകേണ്ടത് വിവിധ സന്ദർഭങ്ങളിലാണ്, വിവിധ രൂപങ്ങളിലാണ്. ആ ഉത്തരം എഴുതുവാനും അത് കൃത്യമാകുവാനും നമുക്കിവിടെ ജീവിക്കണം. അതിനാണ് നമുക്ക് ആഹാരം, നമ്മുടെ വീട്, നമ്മുടെ ശരീരം, നമ്മുടെ മറ്റ് സൗകര്യങ്ങളൊക്കെ. അതല്ലാതെ വീടിന് വേണ്ടി വീട്, ശരീരത്തിന് വേണ്ടി ശരീരം, സമ്പത്തിന് വേണ്ടി സമ്പത്ത്, അതേപോലെ തന്നെ ഐഹിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി സുഖസൗകര്യം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം, അതല്ല. ഈ ഭക്ഷണവും ഈ വിശ്രമവും ഈ വീടും ഈ അനുകൂല ചുറ്റുപാടും ഈ ആൻസർ പേപ്പർ സതത് സമയങ്ങളിൽ മനോഹരമായി പൂരിപ്പിക്കുവാനും അതിൽ അബദ്ധം വരാതെ ആലോചിച്ച് ശ്രദ്ധിച്ച് അത് എഴുതി തീർക്കുവാനും വേണ്ടി ഉള്ള, അതിന് സഹായകമായിട്ടാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഐഹിക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്നാൽ ചില ആളുകൾ ലക്ഷ്യം അതായിട്ട് കാണുകയാണ്. ഏതൊന്നിന് നമ്മൾ വേണ്ടി എവിടെ വന്നുവോ അവിടെയുള്ള താൽക്കാലികമായ സുഖസൗകര്യങ്ങൾ നേടുന്നതിൽ വ്യാപൃതമായി വരാനിരിക്കുന്ന ലോകത്തിൻ്റെ കാര്യം മറന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന്, ഇവിടെ വന്നത് എന്തിനെന്ന് മറന്ന് വിസ്മരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ അവൻ അങ്ങേയറ്റത്തെ ദുഃഖിതനായി വളരെ പ്രയാസത്തോടുകൂടി കുറ്റബോധത്തോടുകൂടി കഴിഞ്ഞ ഇന്നലകളെ ആക്ഷേപിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ടും ഇരിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയും. വയൗമ യഅല്ലുല്ലാഹിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആൾ,
ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി താൻ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടുവോ എന്ന് വിസ്മരിച്ചുകൊണ്ട് ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് അത് സ്വയത്തമാക്കുന്നതിലും അത് പരിപോഷിപ്പിക്കുന്നതിലും മാത്രം ശ്രദ്ധയൂന്നി വരാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ വാഗ്ദത്ത ലോകത്തെയും അവിടെ നടക്കാനിരിക്കുന്ന സംഭവവികാസങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ അക്രമിയായ മനുഷ്യൻ അവൻ്റെ 2 കൈയും കടിച്ച് നെടും ഖേദത്തിൽ നാളെ പരലോകത്ത് പറയാണ്, യഖൂലു യാ ലൈതനി തഖദതു മഅർ റസൂലി സബീലാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ചു തന്ന രീതിയിൽ ഒരു നല്ല ജീവിത സരണി ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും എൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലവും എൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു ഭാഗവും എൻ്റെ പ്രിയപ്പെട്ട സമയത്തിൻ്റെ അല്ലെങ്കിൽ വിലപ്പെട്ട സമയത്തിൻ്റെ നല്ലൊരു ഭാഗവും ഐഹിക ലോകത്തെ ക്ഷേമൈശ്വര്യങ്ങൾ പരിപോഷിപ്പിക്കുവാനും അവ നേടിയെടുക്കുവാനും അവ വളർത്തുവാനും അവയുടെ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തിയല്ലോ. ഈ അനന്തതയിലേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന ഇന്നേക്ക് വേണ്ടി ഞാനൊന്നും പ്രവർത്തിക്കാതെ വന്നില്ലല്ലോ എന്ന് നാളെ വിലപിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സൂറത്ത് പലതിൽ നമ്മൾ കേട്ടിട്ടില്ലേ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. യഖൂലു അവൻ പറയാണ്, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി വല്ലതും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതാ എൻ്റെ ജീവിതം എന്നവിടെ പറയുന്നത്? എൻ്റെ ഈ ജീവിതത്തിന് എന്ന് പോലും പറയുന്നില്ല, എൻ്റെ ഈ ലോകം അഥവാ പരലോക ജീവിതത്തിന് വേണ്ടി എന്ന് പറയുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ പരലോക ജീവിതമാണ് ജീവിതം. അതും ഖുർആൻ പറഞ്ഞതാ, ഐഹിക ജീവിതത്തിൻ്റെ ക്ഷണികതയെയും നശ്വരതയും പറ്റി അവരറിയുകയാണെങ്കിൽ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാകുന്നു. അപ്പോൾ അയാൾ അവിടെ പരിതപിക്കുന്നത് എന്താണ്? ഞാൻ ഈ എൻ്റെ ജീവിതത്തിന് വേണ്ടി വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭാണ്ഡം ശൂന്യമാണ്, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, കൽപ്പനകളൊന്നും അനുവർത്തിച്ചിട്ടില്ല, വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല, താൻ തോന്നിയായി ജീവിച്ചു. ഐഹിക ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ മാത്രം ആകൃഷ്ടനായി അതിൽ മാത്രം ശ്രദ്ധയൂന്നി അതിനുവേണ്ടി ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗം ചെലവഴിച്ച് മരണവേളയിൽ അല്പസമയം ഒരിറ്റ സമയത്തിന് വേണ്ടി യാചിച്ച് അത് ലഭിക്കാതെ നിരാശപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് അവൻ്റെ കർമ്മം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവൻ്റെ നന്മതിന്മകൾ എഴുതപ്പെട്ട റിക്കാർഡ് അവൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ആൻസറുകളൊന്നും എഴുതാതെ ബ്ലാങ്കാക്കി വിട്ട സ്ഥലം ഓർത്തുകൊണ്ട് അവൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ആ ആയത്തിനെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, യന്തമു ഹീനലായം ഫഉന്നദം, അയാൾ ഇപ്പോൾ ഖേദിക്കുകയാണ്. പക്ഷെ എപ്പോഴാണ് ഖേദം? ഹീനലായം ഫഉന്നദം, ദുഃഖവും ഖേദവും ഉപകാരപ്പെടാത്തൊരു സമയത്ത്. അവിടെ ഇനി ഖേദിച്ചിട്ട് കാര്യമില്ല, അവിടെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് പ്രവർത്തനത്തിൻ്റെ ലോകമല്ല, പ്രവർത്തിച്ചതിൻ്റെ പരിണിതി അല്ലെങ്കിൽ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലനം കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൊയ്തെടുക്കുന്ന ലോകമാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നിന്ന് കൃഷി ഇറക്കണം. അത് കുറ്റമറ്റ കൃഷിയാണെങ്കിൽ, അത് നല്ല വിത്താണെങ്കിൽ, അത് നല്ല നിലത്താണെങ്കിൽ നന്നായി മനോഹരമായി കായ്ച്ച് അത് 70ഉം 700ഉം 70,000 ഇരട്ടിയായി നമുക്ക് നാളെ പരലോകത്ത് കൊയ്തെടുക്കാൻ കഴിയും. പക്ഷെ പരലോകത്തിൻ്റെ പ്രത്യേകത അത് പ്രവർത്തിക്കാനുള്ളതല്ല. പ്രവർത്തിക്കാനുള്ളത് ഇവിടെയാണ്. മസ്റഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മസ്റഅ കൃഷിയിടം. കൃഷി ഇവിടെ നിന്ന് ഇറക്കണം, ഇവിടെ നിന്ന് വിത്ത് കുഴിച്ചിടണം, അത് നമ്മൾ പരിപോഷിപ്പിക്കണം, അതിന് നനവും വെള്ളവും കൊടുക്കണം, എന്നിട്ടതിനെ നന്നാക്കിയെടുക്കണം. അപ്പോൾ അതിൽ ഫലഭൂയിഷ്ടമായ മധുരമായ രുചികരമായ പഴങ്ങളുണ്ടാകും. അത് പറിച്ചെടുക്കുന്ന ലോകമാണ് പരലോകം. അവിടെ ചെന്നിട്ട് ഞാനൊരു മരം നടട്ടെ അഥവാ സൽക്കർമ്മം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഫലമുണ്ടാവില്ല. അവിടുന്ന് ചോദിക്കും മനുഷ്യൻ, ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, പരലോക ദുനിയാവിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാൻ പടച്ചവന് നീ ഒരു അവസരം നൽകുമോ? ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഖാലു, അവർ പറയാണ്, റബ്ബന അമത്തന സിനത്തൈനി വഅഹയൈതന സിനത്തൈനി ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹുവേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഞങ്ങൾ ഇല്ലാതിരുന്നൊരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയവനാണ് നീ. അഥവാ ഞങ്ങളെ നീ 2 പ്രാവശ്യം മരിപ്പിച്ചു. 2 പ്രാവശ്യം മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ലോകത്ത് നിലവിൽ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ആ മൃതാവസ്ഥ, നമ്മളൊന്നുമല്ലാതിരുന്ന കാലഘട്ടത്തെ പറ്റിയേ പറയാം. പിന്നെ ഈ ലോകത്ത് കുറച്ചു കാലം ജീവിച്ചിട്ട് വീണ്ടും നമ്മളെ മരിപ്പിച്ചു. അപ്പോൾ 2 മരണം.
വ അഹ്യൈതന സിനത്തൈനി, 2 പ്രാവശ്യം ഞങ്ങളെ നീ ജീവിപ്പിച്ചു. ഒന്ന് ഇഹലോകത്ത് 50, 60, 70 കൊല്ലം, പിന്നെ ഇവിടെ പരലോകത്തും. അപ്പോൾ ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും അത് ആവർത്തിക്കുവാനും നിനക്ക് പ്രയാസമില്ല റബ്ബേ, അതുകൊണ്ട് ഒന്നുകൂടി ഐഹിക ലോകത്തേക്ക് തിരിച്ചയക്കുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅക്കുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. ഐഹിക ലോകത്തേക്ക് തിരിച്ചു പോകാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടി വന്നത്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാവുന്നവന് ആലോചിക്കാൻ ആവശ്യമായ അനുകൂലമായ സാഹചര്യം, വയസ്സും ആയുസ്സും ഞാൻ നൽകിയില്ലേ? 40, 50, 60, 70 വയസ്സ് വരെയൊക്കെ ജീവിച്ചില്ലേ? അപ്പോഴൊക്കെ സമയമുണ്ടായില്ലേ? ഇനി നിങ്ങൾ അശ്രദ്ധമായിരുന്നെങ്കിൽ ജാഅക്കുമുൻ നദീർ, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരണം നടത്താൻ, മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ പ്രവാചകന്മാരും പ്രബോധകന്മാരും വന്നില്ലേ? ഫമാലില്ലാലി ഫദൂഖൂ, അതുകൊണ്ട് ഈ കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. ഫമാലില്ലാലിമീന മിൻ നസീർ, നിങ്ങളെപ്പോലെയുള്ള അക്രമികളായ ആളുകളെ സഹായിക്കാൻ ആരും വരികയില്ല എന്ന വായടപ്പൻ മറുപടിയാണ്, നിരാശാജനകമായ മറുപടിയാണ് അവിടെ നിന്ന് കിട്ടുക എന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് പറയും. അതുകൊണ്ട് ഞാൻ ചുരുക്കാം. അപ്പോൾ നമ്മുടെ ഐഹിക ജീവിതത്തിൽ എത്ര കൊല്ലം നമുക്ക് കിട്ടിയോ, എത്ര ആയുസ് നമുക്ക് കിട്ടിയോ, അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ തന്നെ ഭാവിക്ക് വേണ്ടിയാണ്. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് പരലോകമാണ്. നമ്മൾ ഒരാൾ ബുദ്ധിമാനും നല്ലവനും ആണ്, കൊള്ളാവുന്നവനാണ് എന്ന് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഐഹിക ലോകത്ത് അയാൾ എത്രമാത്രം ഉണ്ടാക്കി, എത്രമാത്രം പണമുണ്ടാക്കി, എത്രമാത്രം പുരോഗതി ഉണ്ടാക്കി, അവനെ സംബന്ധിച്ചാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അൽ കയ്യിസു മൻ ദാന നഫ്സഹു ലില്ലാഹി വസ്സാദ ലിൽ ആഖിറ. യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? മൻ ദാന നഫ്സഹു ലില്ലാഹി, സ്വന്തം ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തിയവനാരോ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമായി പുലർത്തുവാൻ ശരീരത്തെ പാകപ്പെടുത്തിയ, മനസ്സിനെ പക്വതപ്പെടുത്തിയവനാരോ അവനാണ് ബുദ്ധിമാൻ. വസാദ ലിൽ ആഖിറ, നാളെ പരലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കിയവനാരോ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. പരലോകം എന്നത് സുദീർഘമായ ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് ആവശ്യമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഭക്ഷണങ്ങൾ, മറ്റു സൗകര്യങ്ങൾ ഈ ഐഹിക ലോകത്തുനിന്ന് വേണം നാം കരുതാം. അവിടെ ചെന്നിട്ടത് സാധ്യമല്ല. അപ്പോൾ ആ ആഖിറത്തിലെ യാത്രക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കിയ, പാഥേയം ഒരുക്കിയവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ എന്നാണ്. ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ചില ആളുകൾ ബുദ്ധിശൂന്യരായി ജീവിതത്തെ ഈ ഐഹികമായ ക്ഷണികമായ ജീവിതത്തിൽ മാത്രം ഒതുക്കിക്കെട്ടുകയും അതിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും അങ്ങനെ അതിനോട് വളരെ വേദനയോടെ, വിഷമത്തോടെ, ദുഃഖഭാരത്തോടെ വിട പറയുകയും, മറ്റ് ചില ആളുകൾ ഇങ്ങനെ ഒരു ജീവിതത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിക്കുകയും ചെയ്യുന്നു. കാരണം അവരെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുക, ഒരു മഹൽ ശക്തിയുടെ, ഒരു അജയ്യമായ ശക്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുക, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തപ്പെടുക, ചോദ്യം ചെയ്യപ്പെടുക എന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരെക്കാൾ വലിയവരായി, അവരെക്കാൾ ഉന്നതനായി ഒരു ശക്തിയെ അംഗീകരിക്കാൻ കഴിയാത്ത അഹങ്കാരികളായ ആളുകൾ അവരിതിനെ നിഷേധിക്കുന്നതാണ്. സഅമല്ലദീന കഫറു അല്ല യുബ്അസു, ദൈവനിഷേധികളും മതനിഷേധികളും നിർമ്മതവാദികളുമായ ആളുകൾ പറയാണ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പില്ല. ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ, നമ്മൾ ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു എന്നല്ലാതെ വരാനിരിക്കുന്നൊരു ജീവിതമില്ല. ഒമാ നഹ്നു ബിമബ്ഉസീൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു തആല പറയുന്നു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന, പറയുക പ്രവാചകരെ, പറയുക പ്രബോധക, പറയുക മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ബലാ ഉണ്ട്, വറബ്ബി എൻ്റെ രക്ഷിതാവാണ് സത്യം, ലതുബ്അസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പോരാ, വലതുനബ്ബഉന്ന ബിമാ അമിൽതും നിങ്ങൾ ഇവിടെ വെച്ച് പ്രവർത്തിച്ച സകല നന്മ തിന്മകളെപ്പറ്റി, നിങ്ങളുടെ താന്തോന്നിത്വത്തെപ്പറ്റി, നിങ്ങളുടെ നിഷേധത്തെപ്പറ്റി, നിങ്ങളുടെ ധിക്കാരത്തെപ്പറ്റി വളരെ കണിശമായ കൃത്യമായ ചോദ്യമുണ്ടാവും. സുമ്മലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ കിട്ടിയ സമയം 30 കൊല്ലമാകട്ടെ, 40 കൊല്ലമാകട്ടെ, 50 കൊല്ലമാകട്ടെ, 60 കൊല്ലമാകട്ടെ, അത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ആ അനുകൂലമായ ആരോഗ്യാവസ്ഥ, അതേപോലെ തന്നെ പിന്നെ ആരോഗ്യം, ആയുസ്, സമയം, സമ്പത്ത്, ശരീരം, ഇതൊക്കെ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി സമർപ്പിച്ച് അവിടെ നേടാൻ, അതിനാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്തി, എല്ലാവരും മരണത്തെ രുചിച്ചറിയും.
എല്ലാവരും മരിക്കും, ആ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. ശാസ്ത്രം എത്ര തന്നെ വളർന്നാലും മരണമില്ലാത്ത ഒരു നാളെയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും അതിൻ്റെ വൈദ്യശാസ്ത്രം എത്ര വളർന്നാലും മരണമില്ലാത്ത ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള സന്തോഷവാർത്ത, ശുഭവാർത്ത അറിയിക്കാൻ ലോകത്തിന് സാധ്യമല്ല. നേരെ മറിച്ച് മരണമെന്ന ആ പ്രതിഭാസത്തെ ഇന്നും കയ്യിൽ പിടിക്കാനും ഒതുക്കാനും പറ്റാതെയാണ് ഇവർ പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു വശമാണ്. ഈ പ്രപഞ്ചത്തിൽ അടുത്ത നൂറ്റാണ്ടിലോ അടുത്ത സഹസ്രാബ്ദത്തിലോ നടക്കാതിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി പ്രവചിക്കാൻ കഴിയുന്ന മനുഷ്യന് അവൻ്റെ അടുത്ത 24 മണിക്കൂർ ഇപ്രകാരമായിരിക്കുമെന്ന് കൃത്യമായി നിർവചിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതം എന്നത്, അവൻ്റെ ജീവൻ എന്നത്, അവൻ്റെ മരണമെന്നത്, അവൻ്റെ ജനനമെന്നത്, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത്, അവൻ്റെ വിചാരണ എന്നത് അവൻ്റെ പരിധിയിലോ അവൻ്റെ യുക്തിയിലോ ഒതുങ്ങുന്നതല്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന വഅദുല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ കരാർ സത്യസന്ധമാണ്. അതെന്താ കരാർ? ബഅത്തുണ്ടാവും, ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. പിന്നെ അവിടെ സുആലുൻ ജവാബുണ്ടാവും, ചോദ്യോത്തരമുണ്ടാവും. അവിടെ സ്വർഗവും നരകവും ഉണ്ടാവും. അതൊക്കെ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളാണ്. അത് അതേപടി സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ സംശയിച്ചിട്ട് കാര്യമില്ല. ദാലിക ളന്നുല്ലദീന കഫറു, അത് സത്യനിഷേധികളായ, ദൈവനിഷേധികളായ, മതനിരാസരായ, അഹങ്കാരികളായ ആളുകളുടെ ആ തരത്തിലുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അത് പുലരുകയും ഈ ഐഹിക ലോകത്ത് നമ്മൾ വന്നതിനേക്കാൾ സുനിശ്ചിതമായി നാളെ പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ സമയത്ത് ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗപ്രവേശം ആര് നേടിയോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ആ വിജയികളുടെ കൂട്ടത്തിലാകാനാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. 10ാം ക്ലാസ് എല്ലാ വിഷയവും A+ഓടുകൂടി പാസ്സായതുകൊണ്ടോ, അല്ലെങ്കിൽ +2 നല്ല മാർക്കോടുകൂടി പാസ്സായതുകൊണ്ടോ, ഡിഗ്രി റാങ്കോടുകൂടി പാസ്സായതുകൊണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകളിൽ 1ാം സ്ഥാനം നേടിയതുകൊണ്ടോ യഥാർത്ഥ വിജയിയാവുന്നില്ല. അതെല്ലാം സാങ്കേതികമായ അല്ലെങ്കിൽ ആപേക്ഷികമായ വിജയം മാത്രമാണ്. ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് മോചിതമായി അള്ളാഹുവിൻ്റെ സ്വർഗീയമായ ആനന്ദപൂർണമായ സ്വർഗലോകത്ത് പ്രവേശിക്കുക, അതിലൊരു ഇടം നേടുക, അതിലൊരു സീറ്റ് ഒരുക്കുക, അതിലൊരു സീറ്റ് കരസ്ഥമാക്കാൻ സാധ്യമാവുക. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതാണ് അവൻ്റെ വിജയത്തിൻ്റെ നിദാനം. അതാണ് ശരിയായ വിജയം. അവനാണ് ശരിയായി വിജയിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മുന്നിൽ കിട്ടിയ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും മരണവേളയിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോഴും അല്പസമയത്തിന് വേണ്ടിയും ഒരു മടക്കത്തിന് വേണ്ടിയും യാചിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകരുത് എന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് 5 മിനിറ്റും അല്ലെങ്കിൽ 10 മിനിറ്റോളം വൈകിപ്പോയതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു തിരക്ക് പിടിച്ച വർണ്ണശബളമായ അലങ്കാരപൂർണമായ ഈ ഐഹിക ജീവിതത്തിനടക്കും വരാനിരിക്കുന്ന പരലോകത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭൂതകാലത്തിലേക്ക് തിരിച്ചുവെച്ച കണ്ണാടിയാണ് ചരിത്രം എന്ന് പറയാറുണ്ട്. എത്ര തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് പിൻതലമുറകൾക്ക് നടന്നു നീങ്ങാനുള്ള സുഗമമായ വഴി രൂപപ്പെട്ടതെന്ന് ആ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കും. 1932 മമ്പുറം നേർച്ച ആഘോഷപൂർവം നടക്കുകയാണ്. ജാറത്തിൻ്റെയും മമ്പുറം തങ്ങളുടെയും വീടിൻ്റെ ഇടക്കുള്ള ഒഴിഞ്ഞ പറമ്പിൽ ചെറിയ ഒരാൾക്കൂട്ടം. നീളൻ വെള്ളക്കുപ്പായമിട്ട് വെളുത്ത് കുറിയ ഒരു മനുഷ്യൻ ആകർഷകമായ ശൈലിയിൽ ഖുർആൻ ഓതി പ്രസംഗിക്കുകയാണ്. പ്രസംഗ ശൈലിയിൽ ആകൃഷ്ടരായി ആൾക്കൂട്ടം കൂടിക്കൂടി വരുന്നു. ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ആളുകളെ പിടിച്ചിരുത്തുന്ന ആ പ്രസംഗം ഒടുവിൽ എത്തുന്നത് ജാറവും നേർച്ച ആഘോഷങ്ങളും അനിസ്ലാമികമാണ് എന്നതിലേക്കാണ്. അതുവരെ താൽപ്പര്യപൂർവം പ്രസംഗം കേട്ടിരുന്ന ആൾക്കൂട്ടം ഇളകി.
ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഏകനായി ഒരു കൂസലുമില്ലാതെ ചങ്കൂറ്റത്തോടെ നിൽക്കുകയാണ് ആ യുവാവ്. ആൾക്കൂട്ടം അക്രമാസക്തമാകുമെന്ന ഘട്ടം വന്നപ്പോൾ ആരോ ഒരാൾ ആ യുവാവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു. കൂട്ടിനാരുമില്ലാതെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു യോദ്ധാവിനെ പോലെ പടനയിച്ച് 10,000-ങ്ങൾക്ക് വെട്ടം പകർന്ന വെട്ടം അബ്ദുള്ള ഹാജി എന്ന വിപ്ലവകാരിയായിരുന്നു ആ യുവാവ്. അസ്സലാമു അലൈക്കും. ഞാൻ വെട്ടം അബ്ദുള്ള ഹാജിയുടെ മകനാണ്. പേര് അലി. നമ്മുടെ മുജാഹിദ് സ്ഥാപക നേതാക്കളിൽ 11 ആളിൽ ഒരാളാണ് വെട്ടം അബ്ദുള്ള ഹാജി. അദ്ദേഹത്തിൻ്റെ പിതാവ് കുട്ടി മുഹമ്മദ് എന്ന് അറിയപ്പെട്ടിരുന്നു. ആ കുട്ടി മുഹമ്മദിൻ്റെ പിതാവ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൊയ്തീൻ കുട്ടി എന്നറിയപ്പെട്ട അധികാരിയായിരുന്നു. ആ അധികാരിയുടെ മകനാണ് കുട്ടി മുഹമ്മദ്. കുട്ടി മുഹമ്മദിൻ്റെ മകനാണ് അബ്ദുള്ള ഹാജി. മാത്രമല്ല ഖുർആൻ വളരെ രാഗത്തോടുകൂടി ഓതുകയും ആരെയും ആകർഷകരാക്കുകയും അങ്ങനെ ഖുർആൻ കൊണ്ട് ഖുർആനെ തന്നെ സമർത്ഥിക്കുന്ന അപൂർവം പണ്ഡിതരിൽ ഒരാളാണ് വെട്ടം അബ്ദുള്ള ഹാജി. 1890-കളിൽ ചേന്നര, പെരുന്തുരുത്തി, വളപ്പിൽ തട്ടാത്ത് കുട്ടി മുഹമ്മദ് കുട്ടിയുടെ മകനായാണ് അബ്ദുള്ള ഹാജിയുടെ ജനനം. ജനനത്തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. കൂട്ടായി ബാവ മുസ്ലിയാരുടെ കീഴിലായിരുന്നു പ്രാഥമിക മതപഠനം. പുതിയങ്ങാടി, വടകര, പൊന്നാനി, കോട്ടക്കൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായി മതപഠനം തുടർന്നു. KP മുഹമ്മദ് മൗലവിയുടെ പിതാവ് അഹമ്മദ് മുസ്ലിയാർ സഹപാഠിയായിരുന്നു. കോട്ടക്കൽ ദർസിലെ പഠനമാണ് അബ്ദുള്ള ഹാജിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. മതപ്രമാണങ്ങളിലുള്ളതും സമൂഹത്തിൽ നടക്കുന്നതും ഗുരുനാഥൻ ചൂണ്ടിക്കാണിച്ചത് ഹാജിയുടെ മനസ്സിൽ തറച്ചു. അവിടെ തുടങ്ങിയ പരിവർത്തനം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, KM മൗലവി, വക്കം മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സീതി സാഹിബ് തുടങ്ങിയ നവോത്ഥാന നായകരുമായി അദ്ദേഹത്തെ അടുപ്പിച്ചു. പഴയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ തറവാട്ടിൽ ഈ അധികാരി എഴുതി വെച്ച ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കളിൽ ഒരു 1.5 ഏക്കർ ഭൂമി മൗലൂദ് റാത്തീബ് നടത്താൻ വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ തറവാട്ടിൽ വല്ലിപ്പാൻ്റെ യൗവന കാലത്ത് അദ്ദേഹത്തെ കതിരോട്ടിയിരുന്നു എന്നും എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. റിഫായി തങ്ങൾ മൗലൂദ് നടത്തുമ്പം രാത്രിയിൽ വിളക്ക് കെടുത്തിയിട്ട് ഒരു വെള്ള വിരിക്കും, അതിൽ ഇവർ തന്നെ ചവിട്ടും, എന്നിട്ട് റിഫായി തങ്ങൾ വന്നെന്ന് പറയും. അങ്ങനെ മൂപ്പര് ഞങ്ങളുടെ വല്ലിപ്പ വെട്ടം അബ്ദുള്ള ഹാജി കൂരിക്കുഴിയിൽ നിന്നും മതപഠനം, ഖുർആനിലൊക്കെ അഗാധമായ ജ്ഞാനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ പഠിച്ച് ആയതിനു ശേഷം ഇവിടെ റാത്തീബോ മൗലൂദോ ഒന്നും നടത്താറില്ല. ഈ സ്വത്തിൻ്റെ വരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ MK ഹാജിൻ്റെ യതീംഖാനയിലേക്കാണ് കൊടുത്തിരുന്നത്. തൗഹീദിന്റെ വെളിച്ചം നെഞ്ചേറ്റിയ അബ്ദുള്ള ഹാജിയുടെ തുടർന്നുള്ള ജീവിതം ആദർശ പ്രബോധന വഴിയിലെ ഉജ്ജ്വലമായ അധ്യായം രചിക്കുകയായിരുന്നു. വാരണാക്കരയിലെ ഒരു ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഹാജി സാഹിബ്. നാട്ടിലെ ഖാദിയും പണ്ഡിതനുമായ സൈനുദ്ദീൻ കോയത്തങ്ങളുടെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം സദസ്സിലെത്തി. പ്രസംഗമധ്യേ തങ്ങളുടെ ശബ്ദമടഞ്ഞപ്പോൾ അദ്ദേഹം ഹാജിയോട് സംസാരം തുടരാൻ ആവശ്യപ്പെട്ടു. ആകർഷകമായ ശൈലിയിൽ 3 ദിവസം തുടർച്ചയായി അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. ആരെയും പ്രകോപിപ്പിക്കാതെയും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയാതെയും നടത്തിയ ആ സംസാരം ആളുകളിൽ വലിയ മതിപ്പുളവാക്കി. ഇതിനെ തുടർന്ന് സൈനുദ്ദീൻ കോയത്തങ്ങളുടെ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളായിരുന്ന ഒരു പറ്റം ആളുകളുടെ പിന്തുണയോടെ വാരണാക്കരയിൽ 3 ആഴ്ച നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കപ്പെട്ടു.
ഈ പ്രസംഗ പരമ്പര കലക്കാനെത്തിയവർ തന്നെ പിന്നീട് തൗഹീദിന്റെ മുന്നണി പോരാളികളാവുകയായിരുന്നു. വാരണാക്കരയിലും തെക്കൻ കുറ്റൂർ, വളവന്നൂർ തുടങ്ങി പരിസര പ്രദേശങ്ങളിലും തൗഹീദിന്റെ വെളിച്ചം കടന്നു ചെല്ലാൻ കാരണമായത് ഈ പ്രഭാഷണങ്ങളായിരുന്നു. ഒരുപാട് കാലം വാരണാക്കര പള്ളിയിൽ ഖത്തീബായിരുന്നു. ഇവിടെ നിന്ന് സുബൈ നിസ്കരിച്ചതിന് ശേഷം വാരണാക്കര വരെ നടന്നു പോയി അവിടുന്ന് കുത്തുബ പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരും. ഒരുപാട് കാലം അവിടെ ഖത്തീബായിരുന്നു. അതിന് പ്രതിഫലമൊന്നും വാങ്ങാറില്ല. കാരണം ഒരുപാട് ഭൂമിയുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു തറവാട്ടിലാണ് ഈ അബ്ദുള്ളാഹി ജനിച്ചത്. ഫോർട്ട് കൊച്ചി കൽവത്തിയിൽ അബ്ദുള്ള ഹാജി പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തെ വധിച്ചാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന മുസ്ലിയാക്കളുടെ പ്രസംഗം കേട്ട് മാരകായുധങ്ങളുമായി സദസ്സിലെത്തിയിട്ടുണ്ട് നാട്ടിലെ അറിയപ്പെട്ട ഗുണ്ടയായിരുന്ന മാമുട്ടി ഹംസ. ഞാൻ ഖുർആൻ ഓതി വിശദീകരിച്ചാണ് പ്രസംഗിക്കുന്നത്. അതിൽ വല്ല പാളിച്ചകളും കണ്ടാൽ ആർക്കും എന്നെ ചോദ്യം ചെയ്യാം. അതല്ലാത്ത വല്ല ഉദ്ദേശവും ആർക്കെങ്കിലുമുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാനും പെരുമാറും. ലേഹ്യം തോണ്ടിത്തിന്നാൻ ഉപയോഗിക്കുന്ന കഠാര ഉയർത്തി ഹാജി ഇത് പറഞ്ഞപ്പോൾ ഹംസ ഞെട്ടിപ്പോയി. താൻ പറയുന്നത് സത്യമാണെന്ന ബോധ്യത്തിൽ നിന്ന് വെട്ടം അബ്ദുള്ള ഹാജി പ്രകടിപ്പിച്ച ചങ്കുറപ്പും ധീരതയും കൊല്ലാൻ വന്ന ആളിന്റെ മനസ്സലിയിച്ചു. ഖുർആനോദിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ സ്റ്റേജിലേക്ക് തുരുതരാ വന്ന കല്ലുകൾക്ക് മുമ്പിൽ നെഞ്ചു നിവർത്തി സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു ഹംസയും കൂടെ വന്നവരും. അബ്ദുള്ള ഹാജി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചക്കരയിടുക്ക് പള്ളി മുദരിസിനോട് സംശയം ചോദിക്കാനായി ഹംസയും സംഘവും പുറപ്പെട്ടു. ഹാജി പറഞ്ഞത് സത്യം തന്നെയാണെന്നായിരുന്നു മുസ്ലിയാരുടെ മറുപടി. എന്നിട്ടുമെന്തേ നിങ്ങൾ ഇത് പറയുന്നില്ല എന്നായി ഹംസയുടെ ചോദ്യം. വെട്ടം അബ്ദുള്ള ഹാജി ഈ സത്യം പുറത്തു പറഞ്ഞപ്പോഴുള്ള സ്ഥിതി നിങ്ങൾ കണ്ടതല്ലേ എന്ന മുസ്ലിയാരുടെ മറുപടി ഹംസയുടെ മനസ്സിൽ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ജാഹിലിയത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുവന്ന ധീരനായ ഉമറുൽ ഖത്താബിനെ ഓർമ്മപ്പെടുത്തി കൊച്ചിയിലെ ഉമർ എന്ന വിശേഷണത്തിനർഹനായ ഹംസ ഹാജി 1969 മരണമടഞ്ഞത്. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ വെട്ടം സ്വദേശി തന്നെയാണ്. ഞാൻ തീണ്ടാപ്പടി മഹല്ലിലെ ഒരു നിവാസിയാണ്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഒരു ജുമാക്ക് തൗഹീദിന് വിരുദ്ധമായിട്ട് എന്തോ പറഞ്ഞപ്പോൾ അപ്പോൾ മൗമുമ്മുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ എണീറ്റ് ചേക്കുട്ടി അതാണ്ട് തിരുത്തിക്കാളാന്ന് പറഞ്ഞു. അങ്ങനെ ചേക്കുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. മൂപ്പരെ തിരുത്തുകയും ചെയ്ത്. അത് വിഷയം എന്തായിരുന്നു എന്നുള്ള കറക്റ്റ് ഓർമ്മയിലില്ല. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചിരുന്ന ഒരാളായിരുന്നു അബ്ദുള്ള ഹാജി. ഒരിക്കൽ ഞങ്ങളെ തറവാടിൻ്റെ മുറ്റത്ത് വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. ആ തൊഴുത്തിൻ്റെ മേലേക്ക് ഒരു തെങ്ങ് ചരിഞ്ഞ് നിൽക്കുമ്പോൾ എന്നാൽ നമ്മളെ വെട്ടാനുള്ള ആളുകൾ കൊടുന്ന് നിങ്ങളൊരു ഭാഗത്ത് പിടിച്ചാൽ മതി 5-6 ആൾ, ഞാൻ മറുഭാഗത്ത് പിടിക്കാം എന്ന് പറഞ്ഞ് 2 കൂട്ടരും പിടിച്ച് തെങ്ങ് കുറേ അങ്ങോട്ട് വന്ന് വീഴാറായി നിൽക്കുമ്പോൾ അതിലൊരു രസികനായ ഒരുത്തൻ അള്ളാഹിനൊന്ന് ചൂടാക്കാന്നുള്ള നിലക്ക് ബദിരീങ്ങളെ വെച്ച് കാക്കെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഭാഗത്തുള്ള കയറാണ്ട് വിട്ട് ബദിരീങ്ങൾ കാത്തോടാ ഇനി ഞാനെന്തിനാണ്ടാ എന്ന് പറഞ്ഞ് ഈ തെങ്ങ് തൊഴുത്തിൻ്റെ നടുക്ക് വീഴുകയും സ്വന്തം തൊഴുത്ത് പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ പണിക്കാരെല്ലാം കൂടെ അന്തം വിട്ട് ആകെ വെപ്രാളത്തിലായി. കാരണം ഈ ബദിരീങ്ങളെ ഇതൊന്നും വിളിക്കുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ല. അവരെ ആരെ കാക്കാനാണ്, അല്ലല്ലാത്ത വേറെ ആരാണ്ടാ കാക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന അത്രയും ധീരമായൊരു മനുഷ്യനാണ്. സ്വന്തം തൊഴുത്താണ് പൊളിഞ്ഞു വീണത്. അതൊന്നും മൂപ്പർക്ക് വിഷയമല്ല. മുഹീദ്ദീൻ മാല സത്യസമ്പൂർണമല്ലെങ്കിൽ ഖുർആനും സത്യസമ്പൂർണമല്ലെന്ന് ഒരു യാഥാസ്ഥിതിക പുരോഹിതൻ മതപ്രഭാഷണത്തിൽ പ്രഖ്യാപിച്ചു. ഇത് കേട്ട് രോഷാകുലനായ ഹാജി കൊച്ചിയിൽ വെച്ച് മുഹീദ്ദീൻ മാല പരസ്യമായി പിച്ചിച്ചീന്തി. ഖുർആനിനേക്കാൾ പോരിഷയോടെ മാലപ്പാട്ടുകളെ കണ്ടിരുന്ന സമൂഹത്തിൽ ഇത് വമ്പിച്ച പരിവർത്തനം സൃഷ്ടിച്ചു. പ്രമുഖരടക്കം ഒട്ടേറെ ആളുകളെ
തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇത് കാരണമായി തീർന്നു. ഇലാഹ് എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം തേടിയുള്ള അന്വേഷണത്തിൽ കെ ഉമർ മൗലവി എത്തിച്ചേർന്നത് വെട്ടം അബ്ദുള്ള ഹാജിയുടെ അടുക്കലായിരുന്നു. കൊച്ചിയിൽ നിന്ന് തീവണ്ടി മാർഗം തിരൂരിലെത്തിയ ഉമർ മൗലവി ഏറെ ദൂരം കാൽനടയായി നടന്നാണ് ഹാജിയുടെ വീട്ടിലെത്തിയത്. കെ ഉമർ മൗലവി തിരൂർക്കാട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അത് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടത്തൊരാളിന് നടന്ന് വന്ന് പൊന്നാനി കടവ് കടന്ന് വീണ്ടും നടന്ന് ഇവിടെ വന്ന് 2 ദിവസം താമസിച്ച് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്താണ് ഹാജിയരെ മൗലവി എന്ന് ചോദിച്ച്, അപ്പോൾ അദ്ദേഹം എൻ്റെ വല്യപ്പ വെട്ടം അബ്ദുള്ളാജി പറഞ്ഞു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സ്ഥാപിക്കുമ്പോൾ അള്ളാഹു മാത്രം ഇലാഹ് എന്ന് പറഞ്ഞാൽ പോരെ. ഇത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഇലാഹുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനങ്ങൾ മറ്റ് ആളുകൾക്ക് ബദിരീങ്ങളെ ഉമ്പർത്തപ്പാപ്പ റിഫായി തങ്ങളെ എന്നെ കാക്കണേന്ന് പറയുമ്പോൾ പടച്ചോൻ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞതിന് തുല്യമാണ്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അള്ളാഹ്ക്ക് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കും, അവൻ ഇലാഹാണ് എന്നുള്ളതാണ് അതിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്ര ഈ ഉമർ മൗലയ്ക്ക്. ഞാൻ ഷാർജയിലുള്ള സമയത്ത് അത് പറഞ്ഞു തരുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തറപ്പിച്ച് പഠിക്കുമ്പോഴേ നമ്മൾ തൗഹീദ് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ഒരിക്കൽ സൗദി മുഫ്തീനോട് അദ്ദേഹം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഉമർ മൗലവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രമാത്രം അന്തർലീനമായ ഒരു അർത്ഥം അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ലല്ലോ മൗലവി എന്ന് പറയുകയും പിറ്റത്തെ ദിവസം തന്നെ അവിടെ സൗദിയിലെ മുജല്ല വീക്കിലിയിൽ അത് അടിച്ചു വരികയും ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മദ്രസയിൽ പഠിച്ചിരുന്ന തന്റെ മകളുടെ ഉസ്താദ് ആയിരുന്ന പറവണ്ണ മൊയ്തീൻ മുസ്ലിയാരെ കാണാൻ അബ്ദുള്ള ഹാജി ഒരിക്കൽ മദ്രസയിൽ ചെന്നു. എന്റെ മകളെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഇവിടുത്തെ പുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ട, ഞാൻ നിർദ്ദേശിക്കുന്ന മതപാഠങ്ങളും ഖുർആനും പഠിപ്പിച്ചാൽ മതി. അബ്ദുള്ള ഹാജിയോട് ഉള്ളിൽ അങ്ങേയറ്റം ആദരവും മതിപ്പുമുണ്ടായിരുന്ന മുസ്ലിയാരും മഹല്ല് കാരണവന്മാരും അദ്ദേഹത്തിന്റെ ഈ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. കണിശമായി ആദർശം വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുമായും തികഞ്ഞ സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു. കീഴ്ജാതിക്കാരെ തീണ്ടാപ്പാടകലെ മാത്രം നിർത്തിയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവരെ പരസ്യമായി ചേർത്തുപിടിച്ച് സൗഹൃദം പങ്കുവെക്കും. അവരിൽ നിന്ന് വെറ്റില വാങ്ങി തിന്നും. ആ കാലഘട്ടത്തിൽ ഹരിജനങ്ങൾ എന്ന് മാത്രമല്ല, ഞങ്ങൾക്കൊരു 10ഓളം ഹരിജനങ്ങൾ ഞങ്ങളെ 10 സെൻറ്റിൽ താമസിച്ചത്. 10 സെൻറ്റല്ല, അന്ന് 10 സെൻറ്റ് ഇല്ല. അന്ന് മറ്റേ അജരപ്പുളെ ഞങ്ങൾക്ക് പാർക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ അതിലൊക്കെ താമസിച്ചിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. അവരെ തോളിൽ കൈയ്യെട്ടിയിട്ട് എൻ്റെ വല്യപ്പ അബ്ദുള്ളാജി നടന്നു പോകുമ്പോൾ ഈ ഹരിജനങ്ങൾ തലയിൽ നിന്ന് കെട്ട് എടുത്തിട്ട് തൊക്കിൽ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അബ്ദുള്ളാജി പറയും, അവിടെ തന്നെ വെക്കടത്, ആരെന്നോട് ഇത് എടുത്ത് തൊക്കിലാക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് തോള് ചേർത്ത് കൊണ്ടുപോവുകയും മൂപ്പരെന്താണോ കഴിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കുകയും ആ ബഹുമാനാർത്ഥമാണ് ഈ വെറ്റില മറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്ത് മനസ്സിലാണെന്നറിയാമോ? കഞ്ഞിപ്പാക്കിൻ്റെ വനിയൻ അവിടുത്തെ വനിയൻ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ചങ്ങായികളെ കൊണ്ട് ഡിസി പഠിപ്പിക്കുകയും ചെയ്യുന്ന വല്ലാത്ത മനസ്സല്ലേ. അയാളെ കാണാൻ ഞാൻ വലിയ മോഹങ്ങളാണ്. കാരണം അയാളുടെ സംസ്കാരം അങ്ങനെയാണ്, സംസ്കാരം അങ്ങനെയാണ്. അതായത് ഒരു ഇളനീർ തേങ്ങിട്ടാൽ അത് പൂണ്ടവരെല്ലാവരും കൊടുക്കാൻ തയ്യില്ല. ഇളനീർ എന്നൊക്കെ പറഞ്ഞാൽ പകുതി മൂപ്പായ തേങ്ങ അതേ ഉണ്ടാവുള്ളൂ, പൂളാണ്ടാവുള്ളൂ. നല്ല പോവും. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് അത് മൂപ്പര് പൂണ്ടൊരു ഇതിങ്ങനെ കൊടുക്കേണ്ട കണ്ട ഭാഗത്തിനനുസരിച്ച് കഷ്ടം മുറിക്കുക. അതിങ്ങനെ അപ്പോഴത്തെ കഷ്ടം തരും.
അങ്ങനെയൊക്കെയാണ് മൂപ്പരെ കഥകൾ. വലിയ രസമാണ്. വലിയ നല്ല മനുഷ്യനല്ലേ, നല്ല മനുഷ്യനാണ്. മനുഷ്യനാവണം. മനസ്സെന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യനാവില്ല. അതിനൊരു മനുഷ്യൻ വരണം. അതാണ് തട്ടത്തുള്ളതാജി എന്നൊക്കെ പറഞ്ഞ ആള്. അതൊക്കെ എനിക്കറിയുന്നതാണ്. തന്നെ കാണുമ്പോൾ ഭവ്യതയോടെ തലക്കെട്ട് അഴിച്ചുവെക്കുന്ന കീഴ്ജാതിക്കാരെ കൊണ്ട് തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് അവരുടെ തലയിൽ ധരിപ്പിക്കും. മനുഷ്യ സമത്വത്തിൻ്റെ മഹിത പാഠങ്ങൾ ജീവിതം കൊണ്ട് പ്രായോഗികമായി പകർന്നു നൽകുകയായിരുന്നു അദ്ദേഹം. വിശാലമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഉടമയായിരുന്നു അബ്ദുള്ള ഹാജി. തൻ്റെ സ്ഥലത്തിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം റോഡിനും പൊതുവഴികൾക്കും വിട്ടുകൊടുത്തു. അപ്പോൾ ഒരു മാസം തേങ്ങട്ട 10-15 തേങ്ങൊക്കെ ഉണ്ടാവും. കാരണം ഞാനത് അവസാന കാലഘട്ടത്തിൽ മൊത്തം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചുള്ള പൈസ വാങ്ങി മൂപ്പര് കന്തൂറിൻ്റെ പോക്കറ്റിലിട്ടിട്ട് പോയിട്ട് അത് തീരുമ്പോഴാണ് വരിക. അപ്പോൾ ഒരു 5-6 മാസം സ്വന്തം ചിലവെടുത്തിട്ടാണ്. അതല്ലാതെ ആരോടും പൈസ വാങ്ങിയിട്ട് മൂപ്പര് ദീനീ പ്രബോധനം നടത്താറില്ല. എൻ്റെ ഉമ്മാക്കും അതുപോലെ മൂത്തമ്മാക്ക് എളിമാർക്കൊക്കെ വലിയ പേടിയായിരുന്നു. വലിയ താടിയും മറ്റൊക്കെ ഉണ്ടായിരുന്നൊരു വലിയ പണ്ഡിതനാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തൗഹീദ് പറയുക, ഇതന്നെ മൂപ്പരെ പണി. പിന്നെ ഇവിടെ വന്നിട്ട് കൃഷി കാര്യങ്ങളിലൊക്കെ നോക്കും, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. വിളവെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടാകും. വീട്ടാവശ്യങ്ങൾക്കുള്ളതും അർഹരായ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതും അതിൽ നിന്ന് മാറ്റിവെക്കും. മടിശീലയിൽ ബാക്കിയുള്ള പണവുമായി അദ്ദേഹം യാത്ര തിരിക്കും. മാസങ്ങൾ നീളുന്ന ആ യാത്രയിൽ ഗ്രാമാന്തരങ്ങളിൽ ഏകനായി കടന്നു ചെന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അദ്ദേഹം പരിപാടി സംഘടിപ്പിക്കും. സംഘാടകനും പ്രഭാഷകനുമെല്ലാം പലപ്പോഴും അബ്ദുള്ള ഹാജി തന്നെയായിരുന്നു. പോയാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടി വെച്ചാലെന്ന് പറഞ്ഞാൽ 1 ദിവസം 2 ദിവസം ഒന്നല്ല, ആഴ്ചകളോളം പരിപാടി വെക്കും. ആ പരിപാടിയിൽ എല്ലാ ഭാഗവും ഒരുവിധം ടച്ച് ചെയ്തിട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ പോയടുത്ത് കിടക്കും. ഇങ്ങോട്ട് വരലൊന്നുമില്ല. വീട്ടുകാർ കാണാനൊക്കെ ചിലപ്പോഴേ ഗതിയുള്ളൂ, കാണുള്ളൂ. കുറേ കാലങ്ങൾ കഴിഞ്ഞാലേ പിന്നെ വരുള്ളൂ. അതേമാതിരത്തെ സംഭവം മലപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്. കൊല്ലാൻ വരലും കുറേ പിന്നെ എറിയലും കുത്തലും ഒക്കെ കഴിഞ്ഞ് പിന്നെ അവസാനം അയാൾ തന്നെ സുഹൃത്തായി മാറും. അധ്വാനിക്കും, നേരം പോലത്തെ അധ്വാനോളം അധ്വാനിക്കൽ തന്നെ പണി. അതിന് പിന്നെ ഈ കൃഷി നെല്ലുണ്ടാക്കുമ്പോഴൊക്കെ ഈ ഒക്കെ പുല്ലൊക്കെ എടുക്കുന്ന ഒക്കെ പ്രത്യേക മെത്തേഡുകളൊക്കെ ഉണ്ട്. ചെറിയ കൈക്കോട്ടൊക്കെ ആയിട്ട് വീതി പറഞ്ഞ കൈക്കോട്ടുണ്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ കുത്തുന്ന പല പരിപാടികളുണ്ട്. പിന്നെ ഈ ഇവർ വലിക്കണ ഈ പുല്ലൊക്കെ പോകാനുള്ള പല എളുപ്പവഴികളൊക്കെ ഉണ്ടായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനിക്കും, ദേഹാധ്വാനം തന്നെ കാര്യമായിട്ട്. അതും ഇതേമാതിരി തന്നെ മെനക്കെട്ടാൻ പിന്നെ അന്ത്യോളമാണ് പണി തന്നെ. ആളും അർത്ഥവുമുള്ള അപൂർവം പ്രദേശങ്ങളിൽ മതപ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ സംഘാടകർ യാത്രാക്കൂലി നൽകിയാൽ അത് അദ്ദേഹം സ്നേഹപൂർവം നിരസിക്കും. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്, കന്നുപൂട്ടുകയും കൈക്കോട്ട് കിളക്കുകയുമൊക്കെ ചെയ്യും. ഈ പൈസ എനിക്കാവശ്യമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. കഠിനാധ്വാനിയായ നല്ലൊരു കർഷകനായിരുന്നു അബ്ദുള്ള ഹാജി. പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തുണ്ടാക്കും. കായികാധ്വാനത്തിലൂടെ തൻ്റെ പറമ്പിൽ ആഴമുള്ള 3 കുളങ്ങൾ അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള വിശാലമായ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഒരു 8-9 പാടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ തറവാടിനോട് ചേർന്ന ഉള്ളിലാണ്. അവിടെ കിളക്കുകയും പച്ചക്കറി നടുകയും അതുപോലെ ചക്രമത്തൻ, വാഴ, അങ്ങനെയുള്ള എല്ലാത്തരം കൃഷികളും അദ്ദേഹം അവിടെ നടത്തിയിരുന്നു. അതൊക്കെ എല്ലാം ചെയ്യുകയും പിന്നീടുള്ള സമയങ്ങളിലൊക്കെ ദീനീ പ്രബോധന രംഗത്ത് സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു നല്ല വ്യക്തിയാണ്. സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു കുളം കുഴിച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഒരമ്മനിപ്പോൾ മൊത്തത്തിൽ തൂർത്ത് എത്രയോ ലോഡ് മണ്ണ് വേണ്ടി വന്നു. അപ്പോൾ അത് ഞങ്ങൾ കാണുമ്പം വല്യപ്പൻ്റെ ഒരു അധ്വാനം, നമ്മളെ കൊണ്ട് പോലും അങ്ങനെ ഒരു കുളം കുഴിക്കാൻ പറ്റില്ല. അത്ര നല്ലൊരു പിന്നെ കർഷകനായിരുന്നു. കൂടെ
അദ്ദേഹം നാട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ വെട്ടം അബ്ദുല്ലാജിയുടെ മകൻ്റെ മകനാണ്. പേര് അബ്ദുൽ ഹക്ക്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഈ കുളം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ കുളം സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് കുഴിച്ച കുളമാണ്. മറ്റൊരാളെ കൊണ്ട് ഉണ്ടാക്കിയതല്ല, സ്വന്തമായിട്ട് നിർമ്മിച്ച കുളമാണ്. അദ്ദേഹം വലിയൊരു പരിസ്ഥിതി സ്നേഹിയായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു കമ്പിപ്പാരയുമായിട്ട് മുന്നിൽ നടക്കും. എൻ്റെ കയ്യിൽ കുറേ പൈൻ മരങ്ങളുടെ വിത്ത് നൽകും. വലിയപ്പോൾ ഒരു കുഴി ഉണ്ടാക്കും, എന്നോടത് അതിലേക്ക് ഇടാൻ പറയും. അങ്ങനെ ധാരാളം മരങ്ങൾ അദ്ദേഹം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ധാരാളം നല്ലൊരു കർഷകനായിരുന്നു. ധാരാളം കൃഷി അദ്ദേഹം നടത്തുമായിരുന്നു. സ്വന്തമായി ഉഴുമായിരുന്നു, കൈക്കോട്ട് കളക്കുമായിരുന്നു, വെള്ളം തേവുമായിരുന്നു. അങ്ങനെ കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കുമായിരുന്നു. നെല്ലുണ്ട്, വാഴ, മറ്റു കപ്പ, ഇതെല്ലാം നന്നായിട്ട് കൃഷി ചെയ്യുമായിരുന്നു. പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് കന്നുപൂട്ടുകയും കൃഷിപ്പണി നടത്തുകയും ചെയ്യുന്ന അബ്ദുള്ള ഹാജി വൈകുന്നേരമായാൽ വസ്ത്രം മാറ്റി യാത്ര തിരിക്കും. കാൽനടയായി കിലോമീറ്ററുകൾക്കപ്പുറത്ത് ആളുകൂടുന്ന ഏതെങ്കിലും കവലയാകും ലക്ഷ്യം. ഒരു മേശ സംഘടിപ്പിച്ച് റാന്തൽ വിളക്ക് കത്തിച്ചു വെക്കും. അടക്കമുറിക്കാനും ലേഹ്യം തിന്നാനും ഉപയോഗിക്കുന്ന കഠാര മേശപ്പുറത്ത് വെക്കും. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത് അദ്ദേഹം പ്രസംഗം ആരംഭിക്കും. തൗഹീദ് വെട്ടിത്തുറന്ന് പറയുന്നതോടെ എതിർപ്പുകളും കൂക്കുവിളിയും പരിഹാസവും ഉയരും. ആരെയും കൂസാതെ തന്റെ ദൗത്യം തുടരും. ശത്രുതയുമായി ചുറ്റിലും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ഓരോ പ്രദേശത്തും ഇസ്ലാഹി പ്രസ്ഥാനമെന്ന ആദർശത്തിന്റെ വടവൃക്ഷവും വളർന്നു വന്നത്. മൂപ്പരുണ്ടാക്കിയതാണ് കുന്നത്ത് പള്ളി എന്ന് പറയുന്ന ഇവിടെയുള്ള പള്ളി. ഇപ്പോൾ ഇത് കമ്മിറ്റിയാണ് നടത്തുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ അബ്ദുള്ള ഹാജി മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാമം എന്നും സ്മരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ അതിൽ പഠിച്ചു വളർന്ന് ദീനീ രംഗത്തോടു കൂടിയ മതവിദ്യാഭ്യാസത്തോടു കൂടിയ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ ഞങ്ങളുള്ള ആളുകൾ തന്നെയാണ്. ചാരിറ്റി ഉണ്ട്, പലിശയില്ലാത്ത ബാങ്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് അന്നും ഇന്നും നടത്തുന്നുണ്ട്. അതുപോലെ കുറ്റിപ്പുറം സമ്മേളനത്തിന് ഞങ്ങൾ വയ്യാത്തതുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും സമ്മേളനത്തിന് പോയപ്പോൾ ഞങ്ങളെക്കാളും മുമ്പിൽ വട്ടാത്ലാജി അവിടെ സ്റ്റേജിൽ അത്രയും വളരെ ഈ തൗഹീദിൽ വല്ലാത്ത ആകർഷണമാവുകയും ഷിർക്കിനെതിരെ പോരാടുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് വട്ടം അബ്ദുള്ള ഹാജി. പ്രസ്ഥാനം പിന്നീട് ഒരു മഹാപ്രവാഹമായി വളർന്നു വന്നപ്പോൾ കൺകുളിർമയോടെ അത് നോക്കിക്കാണുവാൻ വാർദ്ധക്യത്തിന്റെ അവശതകളിലും അദ്ദേഹം സമ്മേളന പന്തലുകളിൽ ഓടിയെത്തി. ഫറോക്ക് സമ്മേളന നഗരിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ് എല്ലാവരും ക്ഷീണത്താൽ കിടന്നുറങ്ങിക്കഴിഞ്ഞിരുന്നു. രാവേറെ ചെല്ലുവോളം ദീർഘിച്ച സംഘാടക സമിതി യോഗം കഴിഞ്ഞ് KP മുഹമ്മദ് മൗലവി പന്തലിലൂടെ നടക്കുകയാണ്. ഖുർആൻ ദീർഘമായി ഓതി കരഞ്ഞുകൊണ്ട് പന്തലിന്റെ ഒരു മൂലയിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന അബ്ദുള്ള ഹാജിയെ കണ്ട് KPയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇസ്ലാഹി പ്രബോധനത്തിന്റെ സിരാകേന്ദ്രമായി കോഴിക്കോട് നഗരിയിൽ മുജാഹിദ് സെന്റർ സ്ഥാപിതമായപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് ഏറ്റവും അർഹതയുള്ള വ്യക്തിയായി ക്ഷണിക്കപ്പെട്ടത് വെട്ടം അബ്ദുള്ള ഹാജിയെ ആയിരുന്നു. സമ്പാദ്യവും ആരോഗ്യവും സമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് കയ്യിൽ ഒരു വിളക്കുമായി ഏകനായി അദ്ദേഹം നടന്നു നീങ്ങിയ വഴികളിൽ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനമെന്ന പ്രകാശഗോപുരം ജ്വലിച്ചുയർന്നത് എന്ന് ചരിത്രം നമ്മെ
ഓർമ്മിപ്പിക്കുന്നു. ഒരു കാലത്ത് ആൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന മുസ്ലിം ഭക്തിഗാനങ്ങൾ, മാപ്പിളപ്പാട്ട് എന്ന് കേട്ടാൽ തന്നെ CD കുട്ടി ചെറുപാടി എന്ന ഒരു നാമധേയമാണ് ഓർക്കാൻ വരിക. എങ്ങനെയാണ് ആൾ ഇന്ത്യ റേഡിയോ നിങ്ങളെ ഈ മേഖലയിൽ തുടക്കം? ആൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ ആദ്യമായി പരിപാടി അവതരിപ്പിക്കുന്നത് 1981-ലാണ്. അപ്പോൾ നേരത്തെ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ, ആകാശവാണിയിലൊക്കെ ഒന്ന് പാടണമെന്നുണ്ട്. അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ ഈ പരിപാടി അവതരിപ്പിക്കുക എന്ന് മറ്റുള്ളവരൊക്കെ ഇത് അന്വേഷിച്ചപ്പോൾ അതിനൊരു ഓഡിഷൻ, ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരീക്ഷയ്ക്കുള്ള അപേക്ഷാ ഫോറം അവിടെ കൊടുത്തു. ആ ഓഡിഷൻ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ഈ പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൊരു 6 മാസം, ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ വിളിച്ചു. അവരുടെ കുറച്ച് പാട്ടുകൾ കൊടുക്കണം, അതുപോലെ ആരൊക്കെയാണ് നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അവരുടെ പേരുകളൊക്കെ അതിൽ കൊടുക്കണം. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഓഡിഷന് പോകണം ആദ്യമായി ആകാശവാണിയിലേക്ക്. അങ്ങനെ ആ ടെസ്റ്റ് നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വിവരം കിട്ടുന്നു. അതിന് പാസ്സായി എന്നുള്ള വിവരമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഈ രംഗത്ത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് ആകാശവാണിയിൽ പാടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. എല്ലാവരും റേഡിയോനെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. ആ സമയമാകുമ്പോൾ എല്ലാവരും നമ്മളടക്കം മറ്റുള്ളവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ ആകാശവാണിയിൽ എത്തിപ്പെടുന്നത്. അതിന് ശേഷം നിങ്ങൾ ഒരുപാട് മേഖലയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസിദ്ധമായിട്ടുണ്ട്. CVA കുട്ടി ഗ്രൂപ്പ്, എങ്ങനെയാണ് CVA ഗ്രൂപ്പിൻ്റെയും അതിൻ്റെ പ്രവർത്തനവും? അതേ രൂപത്തിൽ കുറേ ആളുകളെ ഒരുപാട് പാട്ട് പാടി വരുന്ന നല്ലൊരു തലമുറക്ക് പ്രോത്സാഹനമായിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ. എങ്ങനെയാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് സാധിച്ചത്? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകാശവാണിയിൽ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മുടെ പാട്ട് ഗാനമേളകൾ കേൾക്കാൻ പോകുമ്പോഴും പല ട്രൂപ്പുകളുടെയും നാട്ടിലൊക്കെ അന്ന് ഒരു ഹാർമോണിയം തമ്മിൽ വെച്ചിട്ടുള്ള കേരളത്തിലെ പ്രശസ്തരായ പല ഗായകരും നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ പാട്ട് നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കും ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാം. അന്നൊരു ഹാർമോണിയം തബലയൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു പെരുന്നാളിന് നമ്മുടെ അടുത്ത പ്രദേശമായ കുനിയിൽ അവിടെ ഒരു വായനശാലയുടെ അരുണോദയ വായനശാല എന്ന ഒരു വായനശാലയുടെ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ചില സുഹൃത്തുക്കൾ ക്ഷണിക്കുന്നത്. അങ്ങനെ ഒരു ഗായക സംഘം എന്ന നില ആദ്യമായി നടത്തിയ ഒരു പരിപാടി. അത് ഏകദേശം 1976-ലാണ് ആ പരിപാടി. 76 ആദ്യത്തിലാണ് ആ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടി ആദ്യമായി നമ്മൾ കുനിയിൽ നടത്തുന്നത്. അതോടുകൂടി നമ്മളൊരു ഗായക സംഘമായി മാറുകയായിരുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ നമ്മുടെ അയൽ പ്രദേശങ്ങളിലൊക്കെ ഗാനമേള നടത്താനുള്ള ഒരു വേദി നമുക്ക് ലഭിക്കാൻ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ, അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നിസാറാണ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, എന്നോടൊപ്പം ഉള്ളത് കക്കാട് KC നിസാർ. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ രംഗത്ത് അറിയപ്പെടുന്നത് ആ നാടുമായി, അതുപോലെ പല പ്രദേശങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് കക്കാട് എന്ന പ്രദേശത്ത്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആ കാര്യങ്ങൾ. കുട്ടികളെ നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട്. നമുക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. എന്താ എനിക്കറിയില്ല, ഒരുപാട് ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ പ്രഗത്ഭരായ, എല്ലാവരും പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് സത്യമാണ്. ആദ്യമായി ഇപ്പൊ പേരെടുത്ത് പറയുമ്പോൾ ബേബി സാജിദ എന്നറിയപ്പെടുന്ന മുക്കം സാജിദ ഇപ്പൊ കാരശ്ശേരിയിലാണ് താമസിക്കുന്നത്. മുക്കം സാജിദ മുക്കത്താണ്. കിളിയെ എന്ന ഗാനത്തിലൂടെ അതുപോലെ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുള്ള മുക്കം സാജിദ. ആദ്യമായി സാജിദ പറയുന്നതാണ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പല ഇന്റർവ്യൂയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഗൾഫിലടക്കം ചെന്നപ്പോഴൊക്കെ അവൾ പറയാറുണ്ട്, പല പ്രസിദ്ധീകരണങ്ങളിലും അതുപോലെ ഇന്റർവ്യൂകളിലൊക്കെ എപ്പോഴും സാജിദ പറയുന്നതാണ്. നമ്മളാണ് വളർത്തി കൊണ്ടുവന്നത് വളരെ ചെറുപ്പത്തിൽ. ബാംഗ്ലൂരടക്കം പല വേദികളും സാജിദ ഒക്കെ ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്, കുറെ കുട്ടികൾ ഇപ്പോൾ ഡോക്ടർമാരാണ്. റുബീന ഖാലിദ്, അതുപോലെ എൻ്റെ അടുത്തുള്ള കരീം പാഴൂർ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യമായി എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുട്ടിയാണ് കരീം പാഴൂർ, നല്ല ഗായകനാണ്. അതുപോലെ ഉഷാകുമാരി, മൈഥിലി, ഉമ്മാച്ചു,
തുടങ്ങിയിട്ട് ഷഹനാസ് കടവത്തൂർ, റുബീന ഖാലിദിനെ നേരത്തെ പറഞ്ഞു, ഹുസ്ന അഴിയൂർ, അങ്ങനെ ഒരുപാട്. നമ്മുടെ പ്രശസ്തകാരനായ കണ്ണൂർ ഷരീഫ് പോലും ആദ്യമായിട്ട് ഞാനാണ് ഷരീഫിനെ ഒരു നബിദിന പരിപാടികളിൽ വിളിച്ചു കൊണ്ടുവന്ന മത്സരത്തിന് ജഡ്ജ്മെന്റിന് പോയപ്പോൾ, ഒരു നബിദിന പരിപാടിയിൽ ജഡ്ജ്മെന്റിന് പോയപ്പോഴാണ് നമുക്ക് അവിടുന്ന് എല്ലാ പാട്ടിലും 1ാം സ്ഥാനം ലഭിച്ച ആ കുട്ടിയെ രംഗത്ത് കണ്ണൂർ ദീനുൽ ഇസ്ലാം സഭ ഹൈസ്കൂളിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അവിടുന്ന് പിന്നെ എൻ്റെ ട്രൂപ്പിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. അതിനുശേഷം കണ്ണൂർ ഷരീഫ് വളരെ പന്തലിച്ച് വലിയ നല്ലൊരു ഗായകനായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആൾ, അവരൊക്കെ പേരുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ തീരില്ല. അതാണ് ഈ അവസ്ഥ. ഈ രചനാ മേഖലയിൽ നിങ്ങളെ തുടക്കത്തിൽ നിങ്ങളെ ചില രചനകൾ നിങ്ങൾ തന്നെ എഴുതി പാടിയത്? ഈ രചന എന്ന് പറയുമ്പോ ആ 75 കാലഘട്ടത്തിലൊക്കെ നമ്മള് നബിദിന പരിപാടികളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ഗാനങ്ങൾ, അതുപോലെ ചെറിയ ഈ താരാട്ട് പാട്ടുകൾ, അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ രചിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് ഈ ഇപ്പോഴും അറിയപ്പെടുന്ന കേരളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരൊക്കെ കൂടെ നടക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഈ നാട്ടിൽ വലിയ പ്രോത്സാഹനമൊക്കെ കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട്ടേക്കൊക്കെ പോയി അവിടെയായിരുന്നു സമ്പർക്കം. കോഴിക്കോട് എൻ്റെ സുഹൃത്തും ഗുരുവുമായ, ഗുരു എന്ന് പറയില്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടാണ് എനിക്ക് ഒരു വിയൻകുട്ടി മാഷെ കുറിച്ചാണ് പറയുന്നത്. വിയൻകുട്ടി മാഷെ ഒക്കെ ട്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെയൊന്നും പാടിയിട്ടില്ലെങ്കിലും അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു ഈ രംഗത്ത് എന്നൊക്കെ മനസ്സിലാക്കി കോഴിക്കോടൊക്കെ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനൊക്കെ പോകും മുന്നിട്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ പ്രഗത്ഭരായ എഴുത്തുകാര് KS ഖാദർ തവനൂര്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ 2 വരിയിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന KS ഖാദർ തവനൂർ എഴുതിയ ആദ്യമായി ഞാൻ റേഡിയോയിൽ പാടിയ ഒരു ഗാനമാണ്. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. ഖുർആനുൽ അദീമാണ്. പെരിയോന്റെ കലാമാണ് എന്ന ആ ഒരു വരിയിൽ തന്നെയാണ് ആ പാട്ട് അറിയപ്പെടുന്നത്. എല്ലാവരും മൂളുന്ന ഒരു വരിയാണ് പെരിയോന്റെ കലാമാണ് എന്ന ആ വരി. അതിന്റെ വരികൾ ഇങ്ങനെ പോകുന്നു. തിരുത്താനോ കുറിക്കാനോ കഴിയാത്ത ഖുർആൻ ഉദിത്ത പൊൽക്കയാമത്തിൽ നിലകൊള്ളും ഖുർആൻ. തിരുത്താനോ കുറിക്കാനോ കഴിയാത്ത ഖുർആൻ ഉദിത്ത പൊൽക്കയാമത്തിൽ നിലകൊള്ളും ഖുർആൻ. നജാഹത്തിൻ മരിജികൾ ഒളിയുന്ന ഖുർആൻ, നജാഹത്തിൻ മരിജികൾ ഒളിയുന്ന ഖുർആൻ. നസീഹത്തും നദീറത്തും ബഷീറത്തും ഖുർആൻ. പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്. ഈ ഗാനമാണ് ആദ്യമായി ഞാൻ റേഡിയോയില് ഓഡിഷന് പോയ സമയത്തും പാടിയത് അത് തന്നെയാണ്. അവിടെ വിജയിച്ചപ്പോൾ പിന്നെ റെക്കോർഡിങ്ങിനും കൊടുത്ത പാട്ട് ഒന്ന് ഇതാണ്. അതുപോലെ കഅബ ഷരീഫ് കാട്ടിയിടണേ എന്നൊരു ഗാനമുണ്ട്. പിന്നെ കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം, ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം, നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം, സൃഷ്ടാവ് നീയേ നിനക്കാണ് സ്തോത്രം. ഇതെല്ലാം KS ഖാദർ എന്ന പറഞ്ഞ അദ്ദേഹത്തിന്റെ വരികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കാലത്ത് പ്രഗത്ഭരായ ബാപ്പു ഒലിവറമ്പ്, OM കരുവാരക്കുണ്ട്, ഹസൻ നെരിയനാട്, അതുപോലെ പന്നൂർ EKM പന്നൂർ, പക്കർ പന്നൂർ, അതുപോലെ നമ്മുടെ നാട്ടുകാരായ ഹുസ്സൻ കൊടിയത്തൂർ, NK മുഹമ്മദ് മാഷ് തുടങ്ങിയ പല രചയിതാക്കളും പരിചിതരായതുകൊണ്ട് അവരുടെ അടുത്ത് നല്ല രചനകൾ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ രചന നിർത്തിയത് എന്ന് പറയാം. പിന്നെ പാട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെയാണ് അത് ഉണ്ടായത്. അതുപോലെ ഒരുപാട് ഗാനങ്ങളുണ്ട്. ബാപ്പു ഒലിവറമ്പിന്റെ ഒരു പ്രശസ്തമായ അദ്ദേഹം രചിച്ചൊരു ഗാനമുണ്ട്. ഈത്തപൂത്ത മക്കദിക്കിൽ ഹക്കുതിച്ചല്ലോ അന്ന് ഈറമൂത്ത അറബ് കുറുകൾ വാളെടുത്തല്ലോ നബിയുടെ നേർക്കെടുത്തല്ലോ. അവന് നമ്മുടെ റേഡിയോയിൽ പാടിയ എല്ലാ ഗാനങ്ങളും തന്നെ നമ്മൾ മെനക്കെട്ട് ഒരുപാട് പുതിയ സംഗീതം ചെയ്ത് ഓർക്കസ്ട്രേഷനൊക്കെ നടത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് റേഡിയോ പരിപാടികൾ നല്ല പരിപാടികളായിരുന്നു എന്നുള്ളതാണ്.
പിന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമുകൾ നടക്കാൻ ഒരുപാട് പ്രോഗ്രാമുകൾ CVA കുട്ടി ചെറുവാടി എന്ന പ്രോഗ്രാം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഗൾഫിൽ നിന്ന് അന്ന് പ്രത്യേകം നമുക്കറിയാം ടേപ്പ് റെക്കോർഡാണ് അതിൽ കേൾക്കുന്ന ഒരു വലിയ സമയത്ത് CVA കുട്ടി നടത്തിയ ഇത്തരം പ്രോഗ്രാമുകൾ ടേപ്പ് റെക്കോർഡുകൾ കേട്ട ഓർമ്മയാണ് ഇപ്പൊ ഇക്കൊക്കെ എന്റെ മുന്നിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട പരിപാടികൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും വൈത്തിരിവായ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ? അപ്പോൾ ഈ പരിപാടിയെ കുറിച്ച് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടേക്ക് തന്നെ പോകുന്നത് കുനിയിലാണ് ആദ്യമായി പരിപാടി നടത്തിയറിഞ്ഞു. പിന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ പരിപാടികൾ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാസർഗോഡ് അഖില കേരള മാപ്പിളപ്പാട്ട് മത്സരം നടക്കുമെന്നറിയുന്നത്. അപ്പൊ ഞാനും കൊടുത്തൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടിക്ക് ഇവിടെ ഒരു സെലക്ഷൻ മത്സരമുണ്ട്, നിങ്ങളൊരു സെലക്ഷൻ മത്സരത്തിന് വരണം. അതിൽ നിന്ന് എടുക്കുന്ന കുറച്ച് ടീമുകളെയാണ് എടുക്കുക. പിന്നെ സ്ഥിരമായി വരുന്ന നമ്മൾ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അന്ന് വരാൻ പറ്റില്ല, ആ ദിവസം നമുക്ക് വേറെ ഇവിടെ ചെറിയ പരിപാടികളുണ്ട്, വരാൻ പറ്റില്ലായിരുന്നു. ഏതായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ മർഹൂം KS അബ്ദുള്ള അടങ്ങിയ അവരൊക്കെയാണ് വലിയ പ്രഗത്ഭന്മാരായ ആളുകളാണ് അവിടെ. KS അബ്ദുള്ള, നമ്മുടെ മാതൃഭൂമി മർഹൂം KM മുഹമ്മദ് സാഹിബ്, അവരൊക്കെയാണ് അതിന്റെ ആളുകൾ. അപ്പൊ എനിക്ക് പിന്നെ ഒരു കത്ത് കിട്ടി, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇന്ന ദിവസം നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പൊ ആ പരിപാടിയിൽ ആദ്യമായിട്ട് നമ്മളൊരു സംഘമായിട്ട് കാസർഗോഡേക്ക് പോവാണ്. അപ്പോ കാസർഗോഡേക്ക് ട്രെയിനിൽ തന്നെ ഒരു ദീർഘയാത്ര ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് വിമാനത്തിൽ പോയതൊക്കെ തന്നെ കപ്പലിലൊക്കെ കയറിയത് മാപ്പിളപ്പാട്ടിന്റെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പൊ ഗൾഫിലായാലും പിന്നെ അതുപോലെ ജഡ്ജ്മെന്റ് നമ്മള് ദ്വീപ് പോയിട്ടുണ്ട്, ലക്ഷദ്വീപ് പോയിട്ടുണ്ട്. അതൊക്കെ പോയത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, വാർത്തയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഗൾഫിലും പോയതും. ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് പിന്നെ വേറെ ദുബായ്, സൗദി അറേബ്യ പോയിട്ടുണ്ട്, നേരത്തെ പോയിട്ടുണ്ട്. അതല്ലാതെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് ഞാൻ ആദ്യം പോകുന്നത് ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ ലക്ഷദ്വീപിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സോണൽ മത്സരം അവിടെ നടക്കുന്നുണ്ട്, അതിന് ജഡ്ജ്മെന്റിനാണ് പോയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ കാസർഗോഡ് ആദ്യമായിട്ട് ദൂരയാത്ര അവിടെ ചെന്നപ്പോ എല്ലാ മഹാന്മാരും ഉണ്ട്. പീർ മുഹമ്മദ്, VM കുട്ടി മാഷ്, മർഹൂം KS മുഹമ്മദ് കുട്ടി, ഉമ്മർ കുട്ടി, ഇവരുടെ ഇടയിലേക്കാണ് നമ്മുടെ ഈ ഗായക സംഘം പോകേണ്ടത്. എനിക്കാണെങ്കിൽ എന്റെ കൂടെയുള്ള ആളുകളൊന്നും അത്ര ഒരു പരിചയമുള്ളൊരു ടീമൊന്നുമല്ല. പിന്നീടാണ് ഞാൻ കോഴിക്കോടൊക്കെ ഉള്ള കലാകാരന്മാരുടെ വലിയ ആർട്ടിസ്റ്റുകളുടെ, കോഴിക്കോട് അബൂബക്കർ അടക്കമുള്ള ജോയ് വിൻസെന്റ്, വലിയ പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെയൊക്കെ എത്തിപ്പെടുന്നത്. അപ്പൊ ഏതായാലും ഞങ്ങൾ അവിടെ പോയി വളരെ സെലക്റ്റീവായിട്ടുള്ള തനത് മാപ്പിളപ്പാട്ടുകൾ തന്നെ അവതരിപ്പിച്ചു. അതോടുകൂടി നമ്മുടെ ഗായക സംഘങ്ങളിലെ കൂട്ടത്തിൽ അവർക്കൊക്കെ എന്നെ ഒന്ന് അറിയാനായി. സംഘങ്ങൾ തന്നെ നമ്മളൊന്ന് വിലയിരുത്തി. രവിയൻകുട്ടി മാഷ് അടക്കമുള്ള ആളുകൾ അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹമായിട്ട് വളരെ അടുപ്പാണ്. എനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ മാഷൊക്കെ ആയിട്ട് അടുക്കപ്പാനാ, ഇത് തിരക്കടില്ല ഇവരുടെ ടീം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അവിടെ അത് വെച്ചിട്ടാണ് പിന്നെ എന്റെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. 3 ദിവസം അവിടെ നമ്മള് ക്യാമ്പുകളും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കാസർഗോഡ്. അതൊരു വലിയ നമ്മുടെ ജീവിതത്തിൽ ഈ കലാരംഗത്ത് വലിയൊരു നേട്ടം തന്നെയാണ് ആ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ നവോത്ഥാന അല്ലെങ്കിൽ ഈ അനാചാര ഇതിനെതിരെ സമൂഹത്തിൽ നിങ്ങൾ ഒരുപാട് പാട്ടുകൾ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേൾക്കുന്ന ആകാശവാണിയിട്ടായിട്ട് ടൈപ്പ്, അതേമാതിരി ഇങ്ങനെ നിങ്ങളെ കാസറ്റുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു സംഭവമാണ് സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെയും അത് നവോത്ഥാന മൂല്യങ്ങളെ ഊന്നിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. അത്ര ഏതെങ്കിലും പാട്ടുകൾ ഒന്ന് ഷെയർ ചെയ്യാൻ? അപ്പൊ നമ്മള് ഈ പൊതുവെ ഈ കാസറ്റിലേക്ക് വരുമ്പോ തന്നെ ഞാൻ ആദ്യമായിട്ട് കാസറ്റ് തുടങ്ങാൻ, അതും കൂടി പറയാലോ നമുക്ക്. നമ്മുടെ ഒരു കാസറ്റ് സുൽത്താന കാസറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു സുൽത്താന ക്രിയേഷൻസ് എന്നൊക്കെ പേരിട്ടുകൊണ്ടുള്ള ഒരുപാട് കാസറ്റുകൾ പിന്നീട് CD-യിലേക്ക് വന്നു. അപ്പോൾ കേരളത്തില് എല്ലാ പ്രത്യേകിച്ച് അധ്യാപകരുടെ ഇടയിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി നവോത്ഥാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എണ്ണം പറയാൻ പറ്റാത്തത്ര ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്, വീഡിയോ ആയിട്ടും. അപ്പോൾ അതിലേക്ക് വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ നമ്മുടെ അടുത്ത് മാപ്പിളപ്പാട്ടിന് മത്സരങ്ങൾ വന്നപ്പോഴേ എല്ലാവരും വന്നിട്ട് ഒരു പാട്ട് തരുമോ, അങ്ങനെ മത്സരത്തിനുള്ള ഒരു പാട്ട് തരുമോ എന്ന് ചോദിക്കും. പിന്നെ അത് പാടി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഇതും കൂടി വന്നപ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടായി എന്ന് പറയാം. പലരും ചോദിക്കുമ്പോൾ നമ്മളത് തള്ളാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഇരിക്കുമ്പോൾ ഇത് വന്നത്. അപ്പോൾ നമ്മൾ മൂപ്പര ഒരു അഭിപ്രായം പറഞ്ഞു, ഇത് നമ്മളൊരു കാസറ്റാക്കി കൊടുത്താൽ വരികളും വെച്ചിട്ട്
അപ്പൊ ഞാൻ കുറച്ച് 10 പാട്ടുകൾ സെലക്ട് ചെയ്ത് തനത് മാപ്പിളപ്പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ വരികൾ പ്രിന്റ് ചെയ്ത് അതിന്റെ കൂടെ വെച്ചു. അത് അങ്ങോട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇത് തിരക്കടില്ല, ഇത് പാട്ട് അവർക്ക് കേൾക്കുകയും ചെയ്യാം. അധ്യാപകർക്ക് ഇപ്പൊ പാടാൻ പറ്റാത്തവരാണെങ്കിൽ പോലും അവർക്ക് അത് എടുത്തിട്ട് എന്നെ പഠിപ്പിക്കാൻ അത് കൊടുത്താൽ മതി, കുട്ടികൾക്ക് കൊടുത്താൽ മതി. എല്ലാവർക്കും ഇപ്പൊ പാടാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആ രംഗത്ത് നമ്മൾ ഒരുപാട് ഗാനങ്ങൾ, ഏകദേശം ഒരു 12ഓളം CD-കൾ, കാസറ്റുകൾ അന്ന്. അപ്പൊ ഒരു 120 പാട്ടുണ്ടാവും. അതിന്റെ വരികളടക്കം വേറെ വേറെ 1, 2 വോളിയായിട്ട് കുറേ ഇറക്കും. അതുപോലെ തന്നെയാണ് ഈ മദ്രസകൾക്ക് വേണ്ടിയിട്ട് തൗഹീദ് ഗാനങ്ങൾ ഇങ്ങനെ പലരും ആവശ്യപ്പെടും. നമുക്ക് ഈ മത്സര സർഗമേള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ നടന്നു വന്നപ്പോൾ ഇത് അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ പല പേര് അന്ന് കേസറ്റാണ്, ഈ മ്യൂസിക്കൊന്നും അധികം ഇല്ലാതെ തന്നെ ദഫ് മുട്ടിന്റെ ആ ഒരു ഇതിട്ടുകൊണ്ട് നമ്മൾ കുറെ പാട്ടുകൾ അന്നേരം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പിന്നെ ജഡ്ജ്മെന്റിലേക്ക് പോകും. അതുമായിട്ട് നേരത്തെ ഞാൻ ഒരുപാട് വർഷം മുമ്പേ പിന്നെ സ്കൂൾ സംബന്ധമായിട്ട് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ജഡ്ജ്മെന്റ് പോകാൻ സ്റ്റേറ്റിൽ ഒരു 12-13 കൊല്ലം സ്റ്റേറ്റ് വിദ്യാർത്ഥാവായി പോയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ നല്ല കുട്ടികളെയും കിട്ടും. അവര് ഞങ്ങൾക്ക് അവസരം തരുമോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ കുറെ മക്കള് നമ്മളെ കൂടെ ഈ പരിപാടികൾക്ക് വന്നിട്ട് അവർക്കും അത് നേട്ടമായിട്ടുണ്ട്, നമുക്കും അത് ചിലപ്പോ അവര് നന്നായി പാടുന്ന കുട്ടികളാണല്ലോ. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ട് നമ്മുടെ ഈ ഫീൽഡിൽ. അങ്ങനെയാണ് ഈ ആ രംഗത്തേക്ക് വന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ നവോത്ഥാന ഗാനങ്ങൾ പഴയ സെയ്ദ് മൗലവി എന്നെ പോലുള്ള അല്ലെ പല ആളുകൾ, പല പാട്ടുകാർ, പിന്നെ അൻസാരി ഇല്ല നമ്മളെ അബ്ദുറഹിമാൻ അൻസാരിന്റെ ഒക്കെ ഒരുപാട് പാട്ടുകൾ, പിന്നെ ചെറിയ മുണ്ട് അബ്ദുൾ റസാഖിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകള് അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, എന്നെ അറിയോ എന്ന്. അദ്ദേഹത്തിന് അറിയാതിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ അറിയാം, അപ്പൊ കുറച്ച് കവിതകളുണ്ട്, നിങ്ങളൊന്ന് ചെയ്തു നോക്കുന്നു. ഞാനത് വന്നു നോക്കുമ്പോ അത് നമ്മുടെ ഫ്രെയിമിലൊന്നും വരാത്തൊരു രീതിയിലുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളേതായാലും കുറെ ഇരുന്ന് ആ പാട്ടുകൾ എടുത്ത് അത് ഭയമ്പൻ ഹിറ്റായി. ആ പാട്ട് ഒരു കവിത തന്നെയാണ്, എന്നാലും അതൊരു നമ്മുടെ നല്ല ഈണത്തിലേക്ക് വന്നിട്ട് ഇപ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ. അങ്ങനെ പിന്നെ നമ്മുടെ മർഹൂം പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ ഒരു പാട്ട്, 1-2 പാട്ടുകൾ നമ്മളെടുത്തു. അതിലുണ്ട് കാതുകുത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട്. കാതുകുത്തും ബിദ്അത്തും കൊണ്ടുള്ള ദോഷം പേരുത്തുണ്ട്, കേൾക്കുവിൻ കൊഞ്ചം മോതും നിദഹബറാക്കുവീൻ. കാലച്ചെറുപ്പത്തിൽ പെൺകുട്ടികളെ കോലം കെടുത്താതിരിക്കുവീൻ, എന്താ വേലയിഞ്ഞെങ്കിലും പോക്കുവീൻ. അപ്പൊ ചെറുപ്പത്തിൽ കുട്ടികളെ കാത് കുത്തുന്ന അങ്ങനെ ഒരുപാട് തൗഹീദ് ഗാനങ്ങൾ ഞാൻ റെക്കോർഡിൽ ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായി ഞാൻ ഇറക്കിയ ഒരു കാസറ്റ് ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും സ്പർശിക്കാതെ പറ്റില്ലല്ലോ. അന്ന് ഇവിടെയൊന്നും സ്റ്റുഡിയോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് എറണാകുളത്താണ് അതിന്റെ റെക്കോർഡിങ്. സുൽത്താന എന്ന പേരിൽ തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ആ ഒരു കാസറ്റ് ഇറക്കിയത്. അതിലുള്ള ഒരു പാട്ടാണിത്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാട്ട് ഫിറോസ് ബാബു പാടിയ. ഫിറോസ് ബാബു നേരത്തെ നമ്മൾ പറഞ്ഞ കുട്ടികളുടെ എണ്ണത്തിൽ പെടുത്തേണ്ടതാണ്. കാരണം ഫിറോസ് ബാബു പറയുന്നത് എന്റെ വഴിത്തിരിവ് CBA കുട്ടിയുടെ സുൽത്താന എന്ന കാസറ്റിലൂടെയാണ് പറയാറുണ്ട്. ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദ് യാ നബിയേ സലാം യാ റസൂലേ സലാം എന്നുള്ളൊരു പാട്ടുണ്ട്. ആ ഗാനം ആദ്യമായിട്ട് ഫിറോസ് ബാബുവിനെ കൊണ്ട് എന്റെ CD ഞാനും പാടിയിട്ടുണ്ട് അതിന്റെ കൂടെ. അതിൽ കുറെ പാട്ടുകളുണ്ട്, കല്യാണ പാട്ടുകൾ. മുത്തു മഹബൂബേ മുത്തു മഹബൂബേ മറക്കരുതൊരിക്കലും എന്നെ, ഒരു അങ്ങനത്തെ കുറെ പാടം. ഫിറോസ് ബാബു തന്നെ, ഫിറോസ് ബാബു, സിബില സദാനന്ദനൊക്കെ മാപ്പിളപ്പാട്ടിൽ ഒരു നല്ലൊരു വഴി ഉണ്ടാക്കി കൊടുത്തു എന്ന് അവര് തന്നെ സമ്മതിക്കുന്ന കുറെ പാട്ടുകൾ, നല്ല പാട്ടുകൾ അതിലുണ്ട്. അങ്ങനെയാണ് സുൽത്താന. അത് 1985 അവിടെ നിന്നാണ് സുൽത്താന എന്ന പേരിൽ ഒരു കാസറ്റ് ഇറക്കി. അത് വൻ വിജയമായിരുന്നു ആ കാസറ്റ്. അത് കഴിഞ്ഞിട്ടാണ്, അന്ന് എറണാകുളത്താണ് ഞാൻ പറഞ്ഞല്ലോ, റെക്കോർഡിംഗ് ഒന്നും ഇവിടെയൊന്നും ഇല്ല. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാപ്പിളപ്പാട്ടുകളാണ് കോഴിക്കോട് നിന്ന് റെക്കോർഡ് ചെയ്യുന്നത്, തനത് മാപ്പിളപ്പാട്ടുകൾ. അതിന്റെ കൂടെ തന്നെ ഇതും വന്നു, നമ്മുടെ ഈ തൗഹീദ് ഗാനങ്ങള്, ഭക്തിഗാനങ്ങള്. അങ്ങനെയാണ് ഈ സുൽത്താന. ആ പേര് ഞാൻ പിന്നീടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം അതും കഴിഞ്ഞിട്ടാണ് സുൽത്താന നമുക്ക് ഇപ്പൊ പാടി വരുന്ന നേരത്തെ അമീന സുൽത്താന. അപ്പൊ അവൾക്ക് ആ പേര് ഇടുക ചെയ്തത് പിന്നീട് ഇട്ടതാണ്, അല്ലാതെ അവളുടെ പേര് കാസറ്റിന് ഇട്ടതല്ല. അതിലിപ്പോ യൂട്യൂബ് ചാനലിൽ സുൽത്താന ചെറുവാടി അങ്ങനെ അത് അങ്ങനെ പോകുന്നുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്,
സുൽത്താന ചെറുവാടി എന്ന യൂട്യൂബ് ചാനലിലും ആ പേര് കൊടുത്തുകൊണ്ട് ഒരുപാട് വർക്കുകൾ അതിനും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ എസ് എ ജമീല് നമുക്ക് ഒരുപാട് പാട്ടുകൾ തന്നാണ്. അപ്പൊ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കത്തുപാട്ടിലൂടെയാണ്. ദുബായ് കത്ത് എന്ന പാട്ട്, അതിന് മറുപടി, ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ എന്നുള്ളൊരു പാട്ട് ആദ്യം അദ്ദേഹം എഴുതി. അദ്ദേഹം ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയപ്പെടുന്നത് ആ ഗൾഫിന്റെ ആ സമയത്തുള്ള ഒരു പാട്ടാണ്. അതാണ് അതിന് മറുപടി. അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി, അന്ന് തുറന്നപ്പോൾ കത്ത് കിട്ടി എന്നൊരു പാട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു തൗഹീദ് ഗാനം ഉണ്ടല്ലോ വളരെ പ്രശസ്തമായ, അള്ളാഹു നിങ്ങൾക്ക് പോലെ അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ. അദ്ദേഹം തന്നെ നമ്മുടെ പരിപാടികൾക്കൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ചില വരികളുണ്ട്. പുലർക്കാല പറവകൾ പല പല ജാഥയായി ദിക്റും സലാത്തും ചൊല്ലി നടന്നു. പുലർക്കാല പറവകൾ പല പല ജാഥയായി ദിക്റും സലാത്തും ചൊല്ലി നടന്നു. പുഷ്പങ്ങളും ഓരോ പുൽക്കൊടികൾ പോലും റുക്കോയിലും സുജൂദിലും വീണ് കിടന്നു. റുക്കോഴിൽ വീണ് കിടന്നു, സുജൂദിൽ വീണ് കിടന്നു, റുക്കോഴിൽ വീണ് കിടന്നു. ഈ ദുനിയാവെന്ന മസ്ജിദിൽ ഇന്നിതാ ഈദ് നമസ്കാരം തുടങ്ങി. ഈ ലോകനാഥനെ വാഴ്ത്താനായി സൃഷ്ടി ജാലങ്ങളെന്നടങ്കമൊരുങ്ങി. സൃഷ്ടികളെന്നടങ്കമൊരുങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഇതൊക്കെ നല്ല ഖുർആൻ അതുപോലെ കണ്ട് എടുത്തു വെച്ചമായിരുന്ന പാട്ടുകളാണ്. അദ്ദേഹം പിന്നെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടി നടന്ന ഒരു വലിയ ജീവിതമാണ് ഏതായാലും. അപ്പം ഈ മേഖലയിൽ ഇപ്പൊ നിങ്ങൾക്ക് നൽകാൻ പുതിയ തലമുറക്കായാലും വളർന്നു വരുന്ന ആളുകൾക്കായാലും ഒക്കെ നൽകുന്ന ഒരു സന്ദേശം ഒന്നോ രണ്ടോ വാക്കുകളിൽ. ഇപ്പോ നമ്മുടെ പാട്ടുകാരോട് പറയാനുള്ളത്, പാട്ട് പാടുന്ന ഇപ്പോ ആർക്കും പാട്ട് പാടാന്നുള്ള രീതിയാണ്. ആർക്കും പാട്ട് ചെയ്താൽ ആർക്കും പാട്ട് പാടാമെന്നാണ്. ഇപ്പോൾ സ്റ്റുഡിയോ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സംഗതികൾ. മുമ്പൊക്കെ ഒരു ടേക്കിന് പാട്ടെടുക്കാമെന്നാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പാട്ട് എന്താണോ നമ്മൾ ചെയ്യുന്നത്, പാട്ടായാലും പ്രസംഗമായാലും എന്തായാലും അത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതൊരു ഗുരുമുഖത്തുനിന്ന് പഠിക്കുക, അതാണല്ലോ. പിന്നെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പാട്ടിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവണം. ആ രീതിയിലുള്ള നമ്മുടെ നമ്മുടെ ആശയപരമായിട്ടാണെങ്കിലും നമ്മുടെ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഉള്ള അങ്ങനെയുള്ള പാട്ടുകളായിരിക്കണം എന്തെങ്കിലും പാടി വിടുക എന്നുള്ളതിലുപരി നല്ല പാട്ടുകൾ എടുത്ത് പാടാൻ സാധിക്കണം. അതിനുള്ള പ്രയത്നം ചെയ്യണം. പാട്ടുകൾ അതിന് പാടുന്നവർ ഇപ്പൊ ഒരുപാട് മത്സരങ്ങളും വേദികളും ഇപ്പൊ ഉണ്ട്. മുമ്പത്തെ മാതിരിയല്ലല്ലോ. അതിനൊരുപാട് പണം ചെലവാക്കുന്നുണ്ട്. രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ കലോത്സവങ്ങളിലൊക്കെ എത്രയും പണം ചെലവാക്കിയിട്ടാണ് ഇപ്പോൾ ഈ രംഗത്തേക്ക് കുട്ടികളെ കൊണ്ട്. നമ്മളൊക്കെ പാടുന്ന കാലത്ത് അതിനൊന്നുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത് കുറെയൊക്കെ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ പരമാവധി പഠിക്കുക. അത്യാവശ്യം സംഗീതമൊക്കെ പഠിക്കണം. പഠിക്കുന്നത് കൃത്യമായി പഠിച്ച് നല്ല നിലയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിക്കണം. അതിന് കലാകാരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം.